നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ട, നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മിൽ പലരുടെ ജീവിതത്തിലും സുവർണകാലമായ യുവത്വം കഴിഞ്ഞു. പക്ഷേ യുവത്വം കഴിഞ്ഞ് ബാക്കിയുള്ളത് യുവത്വകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പരിഹരിക്കാൻ വേണ്ടി അല്ലാഹു തആല തന്ന ആയുഷ്കാലമാണ്. ഇബാദത്തിനും തഖ്വക്കും ആത്മീയമായ പുരോഗതിക്കും വളർച്ചക്കും ഉയർച്ചക്കും ഏറ്റവും നല്ല ബഹുമാനമുള്ള കാലം അത് യുവത്വകാലമാണ്. യുവാക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വളരെ പ്രശംസിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. യുവാക്കളെ സംബന്ധിച്ച് വലിയ മഹത്വം പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. നമ്മിന്ന് വെള്ളിയാഴ്ച ഓതിയത്. ആ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ നല്ല മാർഗത്തിൽ ധൈര്യത്തോടെ നിന്ന് പ്രവർത്തിച്ച, ഈമാൻ കാത്തു സൂക്ഷിക്കുന്നിടത്ത് പരീക്ഷണങ്ങൾ അതിജയിച്ച 7 യുവാക്കളായ വലിയ മഹാന്മാർ, അവർക്ക് അല്ലാഹു നൽകിയ ബഹുമാനമാണ് നമ്മെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. യുവത്വകാലം നല്ല കാലമാണെങ്കിൽ ജീവിതം മുഴുക്കയും നല്ല കാലമായിരുന്നു. യുവത്വം എന്ന് പറയുന്ന 15 മുതൽ 40 വരെയുള്ള ആ കാലം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടമാണ്. നമ്മൾ നല്ലവരാണോ ചീത്തവരാണോ എന്ന് വേർതിരിക്കാൻ പറ്റുന്ന നല്ലൊരു സമയം അതാണ്. 50ഉം 60ഉം കഴിഞ്ഞിട്ടല്ല ഒരാളെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. ഇബാദത്തിന് ഏറ്റവും കൂലി കൂടുതലുള്ളത് 75-ന് ശേഷമല്ല, 15 മുതൽ 40 വരെയുള്ള പ്രായത്തിലാണ്. ധർമ്മത്തിനും പ്രവർത്തനത്തിനും കർമ്മത്തിനും വിജ്ഞാന സമ്പാദനത്തിനും പഠിപ്പിക്കുന്നതിനും എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ മഹത്വം കൽപ്പിക്കുന്നത് യുവത്വകാലത്തിനാണ്. സഹോദരങ്ങളെ, യുവാക്കളുടെ ഈ ചരിത്രം പറയുന്ന സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച 3 തവണ ഓതൽ സുന്നത്തുണ്ട്. തുടക്കത്തിൽ ഏറ്റവും അധികം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശദീകരിച്ചിരിക്കുന്നത് ആ ചരിത്രമാണ്. 3 തരം ഔലിയാക്കളെ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഞാനത് വിശദീകരിക്കല്ല. പക്ഷെ അതിൽ അല്ലാഹു ഏറ്റവും അധികം പഠിപ്പിച്ചതാരെ? യുവാക്കളെയാണ്. എന്തൊരു ബഹുമാനമാണ് ആ യുവാക്കൾക്ക് അല്ലാഹു നൽകിയത്. യുവത്വകാലം, ആണും പെണ്ണും യുവത്വകാലം അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിച്ചാൽ അവർക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനം വളരെ വലുതാണ്, വലിയ ബഹുമാനമാണ്. ആ ബഹുമാനത്തിനാണ് നമ്മൾ അറബിയിൽ പേരിട്ട് വിളിക്കുന്നത് കറാമത്ത്. കറാമത്ത് അതിനാ നമ്മളാ പേരിട്ട് വിളിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫ് ആയി പഠിപ്പിക്കുന്ന 7 യുവാക്കൾ അവര് സാധുക്കളല്ല, ആ നാട്ടിലെ ധനാഢ്യന്മാരുടെ മക്കളാണ്. നല്ല പണക്കൊഴുത്തുള്ള സമ്പന്നന്മാരുടെ 7 മക്കൾ. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ടവർ ചിന്തിച്ചു, നമ്മുടെ ഉപ്പാപ്പമാർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അനാചാരമാണ്, അനീതിയാണ്. എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ജന്മം നൽകിയ, സൃഷ്ടികർമ്മം നൽകിയ ഇലാഹിനെ നിഷേധിക്കുന്ന പ്രവർത്തനങ്ങൾ. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു നൽകിയ ബുദ്ധിയില്ലേ നമുക്ക്? അള്ളാഹു അടയാളമാക്കി എത്ര പഠിച്ചാലും തീരാത്ത പ്രാപഞ്ചിക ലോകം എത്ര വിസ്മയകരമാണ്. ആ 7 ചെറുപ്പക്കാരിൽ ഓരോരുത്തരും ഓരോ തവണ ചിന്തിച്ചു, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഈ മാർഗം ശരിയല്ല. 7 ഭാഗങ്ങളിൽ ഇരുന്ന് ചിന്തിക്കുന്ന ആളുകൾ അവസാനം അവർ സംഘടിച്ചു. യുവാക്കൾ സംഘടിച്ചാൽ ഒരു നാട്ടിൽ നടക്കാത്ത ഒരു നന്മയുമില്ല. ഉണ്ടോ? ഇല്ല. യുവാക്കൾ സംഘടിച്ചാൽ ഒരു നാട്ടിൽ നടക്കാത്ത ഒരു നന്മയുമില്ല. മറുപുറവുണ്ട്. തിന്മക്ക് വേണ്ടിയാണോ ആക്കം കൂട്ടുന്നത്? അത് നടക്കും. പക്ഷെ നന്മയുടെ മേലാണ് ഒരുമിക്കുന്നത്, അതിന് അള്ളാഹുവിന്റെ സഹായം കൂടി ഉണ്ടാകും.
പടച്ച റബ്ബിന്റെ കാവൽ. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം അല്ലാഹു കാവൽ നൽകും. ഓരോരുത്തരും ചിന്തിച്ചു, നമ്മുടെ വാപ്പമാര് ചെയ്യുന്ന, ഉമ്മമാര് ചെയ്യുന്ന ഈ മാർഗം തെറ്റാണ്, അബദ്ധമാണ് എന്ന് ചിന്തിച്ചു. എന്നിട്ട് അവര് വിവിധ ഭാഗങ്ങളിലേക്ക് വേറിട്ട് നിന്നു. എന്നിട്ട് ഓരോരുത്തരും ചിന്തിച്ചു, നിങ്ങളെന്താ അങ്ങനെ മാറി നിൽക്കുന്നത് ഒരാൾ മറ്റൊരാളോട്? അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കുറെ ആലോചിച്ചു നോക്കി, ഇവര് ഈ ചെയ്യുന്ന പണിയൊക്കെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന പണിയല്ലേ? സംഗതി നമ്മളെ വാപ്പാരും ഉമ്മാരും കുടുംബക്കാരും തന്നെ. പക്ഷെ ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് എന്റെ ബുദ്ധിക്ക് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഇങ്ങനല്ലല്ലോ. ആ സൃഷ്ടാവിന് വലിയ കഴിവ് വേണം, ബഹുമാനം വേണം, സൃഷ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകണം. അപ്പോഴല്ലേ സൃഷ്ടാവിന് ബഹുമാനം ഉണ്ടാകുക. അത് ചിന്തിച്ചപ്പോ മറ്റേ ആള് പറഞ്ഞു, ഞാനും അതന്നെ ആലോചിച്ചത്. മറ്റേ ആള് പറഞ്ഞു, ഞാനും അതന്നെ ആലോചിച്ചത്. 7 പ്രദേശത്തിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒന്നായി ഒരുമിച്ച് നിന്നു. അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞു നോക്ക് നിങ്ങൾ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ, അവര് യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, താടിയും മീശയും കിളിർത്ത് മുളച്ചു വരുന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, 15ന്റെ നല്ല പക്വതയുള്ള പ്രായമാണ്. ആമനൂ ബിറബ്ബിഹിം, അവരെ റബ്ബിൽ അവര് വിശ്വസിച്ചു. വസിദ്നാഹും ഹുദാ, അവർക്ക് നേർമാർഗം നമ്മൾ അധികരിപ്പിച്ചു കൊടുത്തു, ഈമാന് കൂട്ടിക്കൊടുത്തു. ഇങ്ങനെ ഒരു 7 വിഭാഗം ആളുകൾ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം സത്യനിഷേധിയായ രാജാവിന്റെ പക്കൽ കിട്ടിയപ്പോൾ രാജാവ് 7 ആളെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ടാരത്തിലെത്തിയപ്പോൾ അവരെ ഈമാനിന് അല്ലാഹു മാറ്റുകൂട്ടിക്കൊടുത്തു. പടച്ച റബ്ബ് പറഞ്ഞു, നോക്ക് നിങ്ങൾ, വറബത്തുനാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ നമ്മൾ തമ്മിൽ ബന്ധിപ്പിച്ചു. ഒരിക്കലും വിട്ടുപിരിക്കാൻ കഴിയാത്ത വിധം, എത്ര വലിയ പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും വഴങ്ങാത്ത വിധം വറബത്തുനാ അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സ് നമ്മൾ തമ്മിൽ ബന്ധിപ്പിച്ചു. മനസ്സ് ബന്ധിപ്പിച്ചാൽ വേർപിരിക്കാൻ കഴിയില്ല. അവർ ഉച്ചസ്ഥരം രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. നമ്മുടെ രക്ഷിതാവ് ആരാണെന്നറിയോ രാജാവേ? നിങ്ങളല്ല, നിങ്ങൾ സങ്കൽപ്പിക്കുന്ന വസ്തുക്കളും അല്ല. റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവില്ലേ, അവനാണ് നമ്മുടെ റബ്ബ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ, ആ അല്ലാഹുവിനെ മാറ്റിവെച്ച് ഒരാളെയും നമ്മൾ ആരാധിക്കൂല. നമ്മൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ. രാജാവിന്റെ മുന്നിൽ വെച്ച് ഈ 7 ചെറുപ്പക്കാര് ഇത്രയും വലിയ ശക്തിയോടെ പറയാൻ ആരാണ് സഹോദരങ്ങളെ പിന്തുണ നൽകിയത്? യജമാനനായ അല്ലാഹ്. യുവാക്കൾ സത്യമാർഗത്തിലങ്ങും മനസ്സ് പൊരുത്തപ്പെട്ട് ഒരുമിച്ചപ്പോ അല്ലാഹു അവർക്ക് ധൈര്യം നൽകി. രാജാവ് പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, വഴങ്ങിയില്ല. കൊട്ടാര സമാനമായ ജീവിതത്തിന്റെ അതിർപ്പങ്ങൾ പറഞ്ഞവരെ സ്വീകരിക്കാൻ നോക്കി. അവർ അതിൽ ഒരു നിലക്കും കീഴ്പ്പെട്ടു കൊടുത്തില്ല. അവരുച്ചസ്ഥരം പറഞ്ഞു, ഞങ്ങൾ മാറ്റി പറയാൻ ഒരുക്കമല്ല, ഞങ്ങൾ ഒരു നിലക്കും ഇത് അംഗീകരിക്കൂല, അള്ളാഹുവിൽ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. അവരെ മുന്നിൽ വെച്ച് ഒരാളെ നടുവിൽ മൂർധാവിൽ വാള് വെച്ച് ഇങ്ങനെ മൂർന്ന് 2 ഭാഗത്തേക്കാക്കി ശരീരം പിളർത്തിയത് ഇവരോട് സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടാരത്തിലുള്ള വിശ്വാസിയായ ഒരാളെ രാജാവ് ശിക്ഷിക്കുന്നത് മുന്നിൽ വെച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ എന്താ ചെറുപ്പക്കാര് പറഞ്ഞെന്നറിയാം? ചെറുപ്പക്കാര് പറഞ്ഞു, നമ്മൾ ഈ ഈമാന് സ്വീകരിച്ചിട്ടല്ലേ ഈ ശിക്ഷ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഇവിടല്ലേ ശിക്ഷിക്കാൻ കഴിയുള്ളൂ, പരലോകം എന്ന് പറഞ്ഞ ലോകല്ലേ, ഈമാൻ അങ്ങോട്ട് ഉള്ളിൽ ശരിക്ക് കയറി അങ്ങനല്ലേ.
മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചതിന്റെ പേരിൽ സാഹിര്യങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഫിർഔൻ ഉത്തരവിട്ട സമയത്ത് എന്താ സാഹിര്യങ്ങളായ ആൾക്കാർ, നല്ല ബുദ്ധിയുള്ള ആൾക്കാർ മൂസാ നബിനോട് പറഞ്ഞത്? ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, നിന്റെ കോടതിയും നിന്റെ വിധിയൊക്കെ ഇവിടെ വെച്ചല്ലേ ഉള്ളൂ, പരലോകത്ത് നടക്കൂലല്ലോ, അവിടെ കോർട്ട് നിനക്കല്ലല്ലോ, അവിടെ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് തോന്നിയത് വിധിച്ചോ, ഫഖ്ലിമ അൻത ഖാൽ, എന്താണോ വിധിക്കാനുള്ളത് വിധിച്ചോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നീ ഞങ്ങളെ കൊല്ലും, കയ്യും കാലും വ്യത്യസ്തമായി മുറിക്കും, ഒരുപക്ഷെ ആണി കൊണ്ട് നീ നിർമ്മിച്ച ഉപകരണങ്ങളിൽ ഞങ്ങളെ ക്രൂശിക്കും, ഒക്കെ നീ ചെയ്യും, തോന്നുന്നത് ചെയ്തോ, ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക്. ലൻ ഉസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്, വിശ്വസിക്കാൻ ഞങ്ങളെ മനസ്സിൽ കിട്ടിയത് തെളിവുകളാണ്, ഈ തെളിവുകളെക്കാൾ നിന്നെ ഞങ്ങൾ പരിഗണിക്കൂല. നീ എത്ര വലിയ സമ്പന്നനായാലും സൗകര്യമുള്ളായാലും കുലപതിയായാലും രാജാവായാലും നിനക്ക് നമ്മളൊരു പരിഗണനയും നൽകൂല. നിന്റെ വിശ്വാസമാണ് ശരിയെന്ന് ഇതുവരെ നീ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ, അത് ശരിയല്ല എന്ന് സെക്കൻഡുകളെ കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം തെളിയിച്ചല്ലോ. ആ തെളിവ് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചതാണ്, ഇനി മാറ്റിപ്പറയാൻ ഞങ്ങളില്ല. 4000-ത്തിലധികം വരുന്ന നല്ല ചുറുചുറുക്കുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അവരെ ഈമാനിന്റെ ആവേശം എത്ര വലുതാണ്. ശിക്ഷിക്കാണെങ്കിൽ ദുന്യാവെന്നല്ലേ നിന്റെ ശിക്ഷ, ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്, ഞങ്ങൾക്ക് പരാതിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോ. സത്യത്തിൽ ഫറോവ തോറ്റുപോയതാ. അവരാ ആർജവമുള്ള വിശ്വാസത്തിന്റെ മുന്നിൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഏറിയാ നീ ശിക്ഷിക്കും, അത്രയല്ലേ കഴിയുള്ളൂ, ഞങ്ങൾ മരിക്കും, അതോടെ കഴിഞ്ഞില്ലേ. പക്ഷെ അത് ഈ ലോകത്തല്ലേ, ഇതൊരു ചുരുങ്ങിയ ലോകമല്ലേ. ഈ ലോകം കഴിഞ്ഞാൽ അനന്തമായൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തിന് അറ്റമില്ല. ദുനിയാവിന് അറ്റമുണ്ട്, കണക്കുണ്ട്, പരിമിതിയുണ്ട്, പരിധിയുണ്ട്. പരിമിതിയില്ലാത്ത സുഖങ്ങളെ കൊണ്ട് അല്ലാഹു നിറച്ചിരിക്കുന്ന അനന്തമായൊരു ലോകം വരാനുണ്ട്. കയ്യും കണക്കില്ലാത്ത ശിക്ഷയുടെ ലോകം വരാനുണ്ട്. അവിടെ നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് 7 ചെറുപ്പക്കാരും ഉച്ചസ്ഥരം പറഞ്ഞപ്പോ കൊട്ടാരത്തിലുള്ള രാജാവിനോട് ആളുകൾ ചോദിച്ചു, രാജാവേ ഇത്ര ധൈര്യം ഇവർക്ക്, ഇവരൊക്കെ പണക്കാര മക്കളായിട്ടാണോ? രാജാവ് പറഞ്ഞു, പണക്കാര മക്കളായിട്ടല്ല, അവരെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഈമാനാണ്. യുവാക്കളെ, യുവതികളെ, ഏറ്റവും മൂല്യമുള്ള ഈമാൻ യുവത്വത്തിൽ നല്ല പ്രസരിപ്പുള്ള ഈമാനാണ്. ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് രോഗക്കായി മൂലക്കലായിട്ട് അല്ലല്ലാ ഇല്ലല്ലാ രക്ഷിക്കണേ, ഞാൻ ഒന്നും ചെയ്യൂല, അതിനല്ല വില ഉള്ളത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഈമാനും ഇഖ്ലാസും തഖ്വയും ഇബാദത്തും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതം, അതിന് അല്ലാഹു തആല നല്ല യശസ്സ് തരും. ആ സമയത്ത് അങ്ങനെയാണോ, യുവത്വ കാലത്ത് എങ്ങനെയാണോ ജീവിതം, ഭാവിയിൽ 40-ന് ശേഷം അതിന്റെ മികവ് ഇങ്ങനെ കൂടി വരും. 40 വരെ ജീവിതം വളരെ മോശമാണോ, പിന്നെ ബാക്കിയുള്ളൊക്കെ അതിന്റെ പ്രായശ്ചിത്തമാണ്. അത് പൊറപ്പിക്കണമെങ്കിൽ തന്നെ എന്തൊരു പണിയുണ്ട്. അപ്പൊ അല്ലാഹു തആലാന്റെ ഒരു ചോദ്യമുണ്ട്, നല്ല ആരോഗ്യമുള്ള സമയം തന്നിട്ട്, എല്ലാ നിലക്കും നല്ല ആരോഗ്യമുള്ള സമയം തന്നിട്ട് നീ എന്തിനു ചെലവഴിച്ചു? കളിക്ക് വേണ്ടി, നിന്റെ ഹോബികൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, ഭൗതികതയ്ക്ക് വേണ്ടി, നിന്റെ മുന്നിൽ കാണുന്ന അതൃപ്പങ്ങൾക്ക് വേണ്ടി, അനാചാരങ്ങൾക്ക് വേണ്ടി, ആർഭാടങ്ങൾക്ക് വേണ്ടി ഒക്കെ നീ തൂത്തെറിഞ്ഞു. ഇപ്പൊ ഒന്നിനും കഴിയാത്ത കാലമായിട്ട് ക്ഷീണിച്ചിരുന്നപ്പോ നീ ഇങ്ങനെ പറയാണ്, പടച്ചോനെ കാക്കണേ അല്ലാ, ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ് തരണേ. അപ്പൊ അല്ലാഹു തആലാന്റെ ഒരു ചോദ്യമില്ല അവിടെ സഹോദരങ്ങളെ, നല്ല ഒരു രോഗം പോലും ഇല്ലാത്ത, നല്ല മിനുമിനുക്കുള്ള ആയുസ്, നല്ല ശക്തിയുള്ള ആയുസ് തന്നപ്പോ പോരാടിയിരുന്നെങ്കിൽ എന്ത് ചുരുക്കുണ്ടായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിന് ഏറ്റവും വലിയ ഇസ്സത്ത് കിട്ടാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന മറന്നോ യുവാക്കളെ, യുവതികളെ? കഅബന്റെ കില്ല പിടിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ദ്വാരുന്നത്? അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ
ബിഅഹദിൽ ഉമറൈൻ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ യശസ് നൽകണേ അല്ലാ. ആരാണ് രണ്ട് ഉമർ? രണ്ടാളെ പേരും ഉമറല്ല. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഒരാളെ പേരിലേക്ക് ചേർത്തിയിട്ട് മറ്റാളെയും കൂട്ടിയിട്ട് പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ആ ശൈലിയിലാണിത് പ്രയോഗിച്ചത്. ഒന്ന് ഖത്താബിന്റെ മകനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. മറ്റൊന്ന് ഹിഷാമിന്റെ മകനായ അംർ അഥവാ അബൂജഹൽ എന്ന് പുറത്ത് അറിയപ്പെടുന്ന, അന്നത്തെ കാലത്ത് അബുൽ ഹക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന, ഒരുപാട് തറവാടുകൾക്ക് ചുമതല വഹിക്കുന്ന, ന്യായാധിപനായി മുന്നിൽ നിന്ന് കാര്യങ്ങൾക്ക് നല്ല അന്തസ്സുള്ള തീരുമാനമെടുക്കുന്ന വലിയ കാര്യകർത്താവായ അബുൽ ഹക്കം, അബൂജഹൽ, അംർ ഇബ്നു ഹിഷാം രണ്ടാളും വലിയ സ്വാധീനവും കഴിവും നല്ല യുവത്വവുമുള്ള ആളുകളാണ്. രണ്ടാളൊരാളെ കൊണ്ട് ഇസ്ലാമിന് ഇസ്സത്ത് തരണേ അല്ലാ. പ്രാർത്ഥന ഫലിച്ചത് ആരിലാണ്? ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ദാറുൽ അർഖമിലേക്ക് പോകുമ്പോൾ ദാറുൽ അർഖമിന്റെ ഉള്ളിലുള്ളത് കുറഞ്ഞ ആളുകളെ ഉള്ളൂ. ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 39 ആളുകളാണ്. വേറെ ചില റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത കണക്കുകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 40ാമത്തെ ആളായി വന്ന ആളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ ആ ദാറുൽ അർഖമിന്റെ അകത്തളങ്ങളിൽ മുടങ്ങിയൊരു തക്ബീറുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു തക്ബീർ മക്കയിൽ പിന്നെ മുടങ്ങിയിട്ടുണ്ടോന്നറിയില്ല. ഒറ്റ തക്ബീർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് കലിമ വരെ പലയിടത്തേക്കും രാത്രിയും പകലും പോകാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ആനി പുലി ഉണ്ടായിട്ടല്ല, അവിടെ ഞങ്ങൾ ആക്രമിക്കുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് പേടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ നേർക്കുനേരെ നടക്കാൻ, എന്താന്നൊക്കെ ചോദിച്ചാൽ നേർക്കുനേരെ മുഖം നോക്കി മറുപടി പറയാൻ ഒരു ചെറിയ സന്തോഷം മുന്നിൽ വന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് കലിമക്ക് ശേഷം. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ച ചോദ്യം അള്ളാഹുവിന്റെ റസൂലിനോട് ഷഹാദത്ത് കലിമക്ക് ശേഷം, അലസ്ന അലൽ ഹഖ്, നമ്മൾ സത്യമാർഗത്തിലല്ലേ നബിയെ? അതേ സത്യമാർഗത്തിലാണ്. ഫീമൽ ഇഖ്ഫാ, പിന്നെന്തിന് രഹസ്യമായിരിക്കണം? സത്യല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? സത്യാണ്. നമ്മൾ പറയുന്നത് സത്യല്ലേ? സത്യാണ്. പിന്നെ എന്തിന് രഹസ്യമായിരിക്കണം? ഒന്ന് പുറത്തേക്ക് ഇറങ്ങല്ലേ, പുറത്തേക്ക് ഇറങ്ങല്ലേ നബിയെ? അന്ന് വരെ മക്ക കാണാത്ത രീതിയിൽ ദാറുൽ അർഖമിൽ നിന്ന് 2 വരിയായിട്ട് പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയുടെ മുറ്റത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ വിശുദ്ധരായ സഹാബ കഅബന്റെ മുറ്റത്തേക്ക് വരികയാണ്. ജാഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം പുലർന്നു, മിഥ്യ തകർന്നു. മിഥ്യ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കും. നല്ല സന്ദേശവുമായി മുന്നോട്ട് നീങ്ങുമ്പോ കഅബന്റെ ചുറ്റും ഇരിക്കുന്ന മുശ്രിക്കുകൾ പലരും പറയുന്നത്, കൂട്ടത്തിൽ ഉമറുണ്ട് കേട്ടോ, ഉമറുണ്ട്, അതുകൊണ്ട് ഒന്നും പറയണ്ട, ഒന്നും പ്രതികരിക്കണ്ട. ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, ഒന്നും പ്രതികരിക്കണ്ട. ഈ ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ദീനിലേക്ക് വരുന്നതിന്റെ മുമ്പ് 39 അംഗങ്ങൾ മാത്രമുള്ള കാലത്ത് കഅബന്റെ മുറ്റത്ത് പ്രസംഗിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. ആരാ അധ്യക്ഷൻ എന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്ത് കുറച്ചങ്ങ് നീണ്ടപ്പോഴേക്ക് പല ഭാഗത്തുനിന്നും ആഞ്ഞു വന്നുകൊണ്ട് ശത്രുക്കൾ അടിച്ചു. മഹാനവറുകൾ നിലത്ത് വീണു. മൂക്കിൽ നിന്നും നെറ്റിയിൽ നിന്നും രക്തം ഒഴുകി. 3 ദിവസം സിദ്ദീഖ് തങ്ങൾ ബോധരഹിതനായി കിടന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് അല്ലാഹു അക്ബർ മുഴക്കിയിട്ട് കഅബന്റെ ചാരത്തേക്ക്. അബൂജഹലുണ്ട് അവിടെ, ഉത്ബുണ്ട്, ഷൈബുണ്ട്, വലീദുണ്ട്, ഉമയ്യത്തുണ്ട്, ഉബയ്യുണ്ട്. എല്ലാരും പറയുന്നത് ഉമറുണ്ട്. ആ വരിയിൽ, ആ 2 വരിയിൽ നടുവിലായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുകൊണ്ട് ഒന്നും പ്രതികരിക്കണ്ട. അവർ തവാഫ് ചെയ്ത് അങ്ങനെ പോയിക്കോട്ടെ. ആ
കാബന്റെ മുറ്റത്തുനിന്ന് ഖുർആൻ ഓതിയതിന്റെ പേരിൽ, വേശ്യാവൃത്തി നടത്തിയിട്ടല്ല, വിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പേരിൽ കാത് അരിഞ്ഞുപോയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അറിയോ സഹോദരങ്ങളെ, ഒന്ന് നിസ്കരിച്ചതിന്റെ പേരിൽ മർദ്ദിച്ചുകൊണ്ട് അവശനാക്കിയിട്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകപ്പെട്ട സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പുള്ള കഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി നേരെ ഇങ്ങോട്ട് വന്നപ്പോ അതിനൊക്കെ മാറ്റായി. പിന്നെ പകല് കാബന്റെ മുറ്റത്തേക്ക് വന്നൊന്ന് തവാഫ് ചെയ്യാൻ ആർക്ക് പേടിണ്ടോ? പേടില്ല. നിസ്കരിക്കാൻ പേടിണ്ടോ? പേടിയില്ല. പകല് അങ്ങാടിയിലേക്ക് വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചുകൊണ്ടാൻ പേടിണ്ടോ? പേടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ യുവാവിന്റെ ഇടപെടൽ, ആ നല്ല യുവത്വത്തിന് അല്ലാഹു തആല കൊടുത്തൊരു കാവൽ എത്ര വലിയ സൗന്ദര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലിച്ചു. വലിയ ശക്തിയല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ട് കിട്ടിയത്, ചെറുതല്ലല്ലോ. സ്വഹാബിമാർക്ക് വലിയ സഹായവും വലിയ സന്തോഷവും, അവർക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനും വിശുദ്ധ ഖുർആൻ ഓതാനും നേർക്ക് നേരെ കുടുംബങ്ങളെ പോയി കാണാനും കച്ചവട വ്യവഹാരങ്ങൾ നടത്താനും എല്ലാറ്റിനും ധൈര്യം കിട്ടിയത് യുവാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടെന്നറിയുമ്പോഴേക്ക് മറ്റു എല്ലാ ആളുകളും പേടിച്ചുപോയി. ആ യുവത്വത്തിന്റെ പ്രസരിപ്പിന് അള്ളാഹു നൽകിയ സൗകുമാര്യത എത്ര വലുതാണ്. എന്റെ യുവാക്കളോട് യുവതികളോട് ഞാൻ പറയട്ടെ, യുവത്വകാലത്തുള്ള ആരാധനക്ക് കൂലി കൂടുതലുണ്ട്, യുവത്വകാലത്തുള്ള ധർമ്മങ്ങൾക്ക് കൂലി കൂടുതലുണ്ട്, യുവത്വകാലത്ത് പഠിക്കുന്നതിന് കൂലി കൂടുതലുണ്ട്, യുവത്വകാലത്ത് ദീനിന് പ്രവർത്തിക്കുന്നതിന് കൂലി കൂടുതലുണ്ട്. യുവത്വകാലത്ത് നൽകുന്ന സംഭാവനയില്ലേ, അത്ര ശ്രേഷ്ഠമായ സംഭാവന ലോകത്ത് വേറെ ഇല്ല. യുവാക്കളുടെ ചരിത്രം പറഞ്ഞ് നമ്മുടെ കൽബിലേക്ക് അല്ലാഹു നൽകുന്ന ഈമാന് വെള്ളിയാഴ്ചയിൽ അതാണ്. ആ യുവാക്കളുടെ ഈമാന് കൊണ്ട് നിങ്ങളെ ഈമാനെ ശക്തിപ്പെടുത്തണം. ആ യുവാക്കൾ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് രാജാവിന്റെ അവധിയിൽ അവര് തീരുമാനിച്ചു, രാജാവ് യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോ നമ്മളെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ശിക്ഷയാള് പ്രഖ്യാപിക്കും. അതിനു മുമ്പ് നമുക്ക് നാട് വിട്ടുപോകാം. വിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ള ആളുകളിലേക്ക് സന്ദേശമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കേന്ദ്രത്തിലേക്ക് പോകാം. പോകുന്ന യാത്രയിലല്ലേ സഹോദരങ്ങളെ പ്രൊട്ടക്ഷനായി അവരോടൊപ്പം നായ കൂടിയത് ഒരു കർഷകന്റെ നായയാണ്. യുവാക്കൾക്ക് വലിയ പിന്തുണയുമായിട്ട് നായ വന്നു. ആ നായയെ അവര് ആട്ടിയപ്പോ നായ പറഞ്ഞു, നിങ്ങൾ എന്നെ ആട്ടിയോടിക്കരുത്. അന ഉഹിബ്ബു അഹ്ബാബല്ലാഹി അസ്സ വജൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എന്നെ ആട്ടിക്കളയണ്ട. എത്ര സ്ഥലത്താണ് അല്ലാഹു നായന്റെ ബഹുമാനം പറഞ്ഞത്? എങ്ങനെയാണ് അല്ലാഹു ബഹുമാനം പറഞ്ഞത്? വകൽബുഹും വകൽബുഹും, അവരുടെ നായ, അവര് നായയെ കൊണ്ടുപോയിട്ടില്ല, വഴിയിൽ വെച്ച് വിലക്ക് വാങ്ങിയിട്ടില്ല, ഒരു നായനെയും വളർത്തിക്കൊണ്ടുപോയിട്ടില്ല. അല്ലാഹു ബഹുമാനിച്ച ആളുകളോടൊപ്പം നായ കൂടിയപ്പോ നായക്ക് അല്ലാഹു ബഹുമാനം കൊടുത്തു. ആ യുവാക്കളോടൊപ്പം കൂടിയ നായ നാളെ സ്വർഗത്തിലാണ്. ഇന്ന് നിങ്ങൾ ജോർദാനിൽ പോയി നോക്കൂ, 7 മഹാന്മാരുടെയും ഖബർ അവിടെ കാണാം. മഞ്ചലൂസ് പർവ്വതത്തിൽ കാണാം. 7 ഖബറല്ല, 8 ഖബറുണ്ട്. ഒരു ഖബർ നായയുടെ ഖബറാണ്. നായക്ക് അല്ലാഹു വലിയ ബഹുമാനം നൽകിയിട്ടല്ലേ ഖുർആനിൽ പറഞ്ഞത്, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്, കാവൽക്കാരനെ പോലെ ഗുഹയുടെ പൂമുഖത്ത് അതിന്റെ കാലും വിരിച്ച് നായ വിശ്രമിക്കുന്നു. അവരവിടെ കിടക്കുമ്പോ നായയും കിടന്നു. എത്ര കാലം അവര് ഉറങ്ങി, എത്ര കാലം നായയും ഉറങ്ങി. അവരപ്പോ എഴുന്നേറ്റു, അപ്പൊ നായയും എഴുന്നേറ്റു. ആ നായക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം നോക്ക് നിങ്ങൾ. എത്ര കൊല്ലാണ് അവര് വിശ്രമിച്ചത്, അതേ വിശ്രമം നായക്കും കൊടുത്തു. എപ്പോഴാ അവരെഴുന്നേറ്റത്? അപ്പൊ നാടകം എഴുന്നേറ്റു. കാരണം ആ നായൻ അവരിലേക്ക് ചേർത്തി. അപ്പൊ നായക്ക് വലിയ ബഹുമാനം കിട്ടി. ആ യുവാക്കളോട്, ആ നല്ല ധർമാധിഷ്ഠിതമായി ജീവിക്കുന്ന യുവാക്കൾക്ക് പിന്തുണയേകിപ്പോയ നായക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം
എത്ര വലിയ ബഹുമാനാണ്! ആ യുവാക്കൾക്ക് അല്ലാഹുത്തആല കൊടുത്ത ബഹുമാനമോ സഹോദരങ്ങളെ. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഒന്ന് വിശ്രമിക്കാം എന്ന് കയറിയിരുന്ന ഗുഹ, ആ ഗുഹയിൽ അല്ലാഹുത്തആല, അവർ ഗുഹയിൽ കയറി ഒളിക്കാൻ കയറിയതല്ല, വിശ്രമത്തിന് വേണ്ടി കയറിയതാ. പക്ഷെ അല്ലാഹുത്തആല നല്ല സുഖം കൊടുത്തു. ആർക്കാണ് അത്ര സുഖം അല്ലാഹുത്തആല തന്നത്? വെയിലും മഴയും കൊള്ളിക്കാത്ത സുഖം. അങ്ങനല്ലേ ഖുർആൻ പറയുന്നത്? അതെ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അവരുടെ ഗുഹയുടെ ഒരു ഭാഗത്ത് നിന്ന് തെറ്റിയിട്ട് മറ്റൊരു ഭാഗത്തുകൂടെ അതിന്റെ വെളിച്ചം പോകുന്നു. അസ്തമിക്കുമ്പോഴോ ആ ഭാഗത്തേക്കാണ് അവരെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അല്ലാഹു അവരെ മറിച്ചു കിടത്തുന്നു. നുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ, വലത്തോട്ടും ഇടത്തോട്ടും സൂര്യന്റെ ഗമനത്തിനനുസരിച്ച് നമ്മളവിടെ മറിച്ചിടുന്നു. സൂര്യന്റെ ഒരു വെളിച്ചം പോലും ചൂട് കൊടുത്തിട്ടവരെ ശരീരം കൊള്ളിച്ചിട്ടില്ല, മഴയും കൊള്ളിച്ചിട്ടില്ല. ആരെങ്കിലും അവരെ വന്ന് അന്വേഷിക്കുന്നുവെങ്കിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരിലേക്ക് അടുക്കാതിരിക്കാൻ അവരെ കാണുമ്പോഴേക്ക് പേടി തോന്നുന്ന രൂപം വിട്ടുകൊടുത്തു. ഈ രാജാവ് പിന്നെ വന്നിട്ട് അന്വേഷണം നടത്തിയില്ലേ? സൈനികരെ വിട്ട് നാനാ ഭാഗത്തേക്കും വർഷങ്ങൾ അന്വേഷിച്ച ശേഷം കണ്ടപ്പോ അവരെ എടുത്തു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ രാജാവിനോട് ബാക്കിയുള്ള ആൾക്കാർ, രാജാവേ അടുക്കാൻ പറ്റൂല. എന്തേ? പേടിയുണ്ട്. പേടി അല്ലാഹുത്തആല വരുന്ന ആൾക്കാരെ കൽബിലിട്ട് കൊടുത്താൽ തൊടാൻ പറ്റുമോ? അടുക്കൂല. എന്താ സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് സിംഹം ഇരിക്കുമ്പോ നമ്മൾ ആരും അതിനെ പോയി തലോടാത്ത എന്താ? സിംഹത്തെ കാണുമ്പോഴേക്ക് നമ്മളെ കൽബിൽ അല്ലാഹു പേടിയിട്ട് തന്നില്ലേ? കാണണ്ട. മൊബൈലിൽ ഒരാൾ ഫോട്ടോ എടുത്ത് നാട്ടിലുള്ള ആൾക്കാരെല്ലാം മൊബൈലിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ആരെങ്കിലും ഇറങ്ങോ അങ്ങാടിയിലേക്ക്, പള്ളിയിലേക്ക്, ചന്തയിലേക്ക് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങോ? എത്ര ദിവസം മദ്രസ സ്കൂളൊക്കെ ലീവാകേണ്ടി വരും? അത് കാട്ടിലെത്തി എന്നുള്ള ഡ്രോൺ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഫോട്ടോ കിട്ടി കാട്ടിലെത്തി എന്നുള്ള അടുത്ത ഫോട്ടോ വന്നാലേ ആൾക്കാർ പുറത്തിറങ്ങണം അല്ലേ? എന്തൊരു പേടി! അതാരെങ്കിലും എന്തും ചെയ്തോ? ഇനി ആരെങ്കിലും കണ്ടാലും ഒരു ഒച്ചപ്പാടും കൂടി ഉണ്ടാക്കില്ല. ഒരാന ഒരു പക്ഷെ എന്തെങ്കിലും ചീറേ എന്തെങ്കിലും ഒച്ചപ്പാടുന്ന, ഈ സിംഹം ഇങ്ങനെ നിൽക്കല്ലേ. പക്ഷെ എന്തൊരു പേടിയാ! അല്ലാഹുത്തആലല്ലേ നമ്മളെ കൽബിൽ ആ ജീവനെ കാണുമ്പോ പേടിട്ടെന്ന്. ഇവരെ കാണുമ്പോഴേക്ക് ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിത മിൻഹും റുബാ, നീ ഒന്ന് പോയി ഗുഹയിലേക്ക് എത്തി നോക്കിയാൽ പേടിച്ചിട്ട് നീ തിരിച്ചു പോയി, അടുക്കാൻ തോന്നൂല, പിന്നല്ലേ എടുത്തോണ്ടല്ലേ. അപ്പൊ രാജാവ് പറഞ്ഞു, എന്നാലും കൊണ്ടുവരുന്നില്ലെങ്കിൽ ഒരു പണി ചെയ്യാം, അവർ ഒരു കാലത്തും പുറത്തു വരാൻ പാടില്ല, ശ്വാസം മുട്ടി മരിക്കട്ടെ, അവിടെ നല്ല ഒരു കെട്ട് കെട്ടണം എന്ന് പറഞ്ഞു. നല്ല ഒരു ഭദ്രമായ കെട്ടുക. അപ്പൊ അത് ഒന്നുകൂടി സുഖമായി. അല്ലാഹുത്തആല സുഖം കൊടുക്കാൻ തീരുമാനിച്ചല്ലേ, ഒന്നുകൂടി സുഖമായി. ഇനി ആരും വന്ന് ശല്യം ചെയ്യാനല്ലോ, വിശ്രമം അങ്ങനെ നീണ്ടുപോകല്ലേ. പിന്നെ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി ഒരു ആട്ടിടയന് തോന്നി. അയാൾ ആ മലന്റെ മുകളിൽ ഒരു ആടിനെ മേയ്ക്കുമ്പോ ആടിനൊരു ആല കെട്ടണം തോന്നിയപ്പോ മേൽക്കൂരല്ല. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഇവിടെ എന്താ ഒരു മേൽക്കൂര എങ്ങനെ, ഇതാണ് പൊളിച്ചാലോ എന്ന് കരുതി പൊളിച്ചു. അവര് പുറത്തു വരണമെന്ന് അല്ലാഹുത്തആല തീരുമാനമായപ്പോ പൊളിക്കാൻ അല്ലാഹു മനസ്സിലിട്ട് കൊടുത്തു. പൊളിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ 7 ആളുകളും എഴുന്നേറ്റപ്പോ 7 ആളുകൾക്കും വിശപ്പ്. അപ്പൊ പരസ്പരം അവർ ചോദ്യം, നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് എത്ര വർഷമായി? എത്രയെന്നാ പറഞ്ഞത്? ഒരു സുഖം ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിൽ എവിടെങ്കിലും ഒരു കട്ടിൽ കിടന്നിട്ട് ഇതുവരെ ആ സുഖം കിട്ടിക്കണം? ലബീസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം. 300 കൊല്ലം കടന്നിട്ടാ ഇത് പറഞ്ഞത്. നിങ്ങളെ 40,000-ന്റെ ബെഡുമ്മ കടന്ന, ബെഡൊക്കെ 40,000, പക്ഷെ എന്തൊരു ക്ഷീണം, കുറെ നേരം കടത്തം കൂടിയപ്പോ വേണ്ട. AC എയർ കണ്ടീഷനിലാ കിടക്കണമെങ്കിലും എയർ കണ്ടീഷൻ തണുത്തിട്ട് വയ്യ. എന്തൊരു തണുപ്പത്! നമ്മളെ ശരീരത്തിന് പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേക്ക് നമ്മുടെ അവസ്ഥ മാറിയില്ലേ സഹോദരങ്ങളെ? അതേ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല 300 കൊല്ലം 3 നൂറ്റാണ്ട് ആ ഗുഹയുടെ ഉള്ളിൽ താമസിപ്പിച്ചിട്ട് ഇവരെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ക്ഷീണം സംഭവിച്ചിട്ടില്ല. ആകെ കൂടിയത് എന്താണെന്നറിയോ നിങ്ങള്? മുടി കുറച്ച് കൂടി, നഖങ്ങളും കുറച്ച് വലുപ്പം കൂടി, അത്ര തന്നെ, വേറെ ഒന്നും കൂടിയിട്ടില്ല. ഇവരെ മറുപടി എത്ര ദിവസം താമസിച്ചു? ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം.
എങ്ങനെ അര ദിവസം എന്ന് വന്നത്? ഇവർ ഉണർന്നത് വൈകുന്നേരമാണ്, ഗുഹയിലേക്ക് കടന്നത് രാവിലെയാണ്. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അര ദിവസമല്ലേ ആയിട്ടുള്ളൂ. അല്ല, നമ്മൾ ഇന്നലെ കിടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് എണീറ്റതാണ്. അപ്പൊ ഒരു ദിവസം ഒന്നുമല്ല, അരയല്ല. താമസിച്ചത് 300 കൊല്ലമാണ്. 300 കൊല്ലം താമസിച്ചത് ഒരര ദിവസത്തിന്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ സുഖമായി അനുഭവപ്പെട്ടെങ്കിൽ വല്ലാത്തൊരു സുഖല്ലേ അള്ളാഹു നൽകിയത്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അള്ളാഹുവിന്റെ മാർഗം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സജീവമായി അവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹു തആല അവരെ ശരീരത്തിന് നൽകിയ ബഹുമാനം, അവരെ കൊണ്ട് അള്ളാഹു തആല മറ്റുള്ളവർക്ക് നൽകിയ ബഹുമാനം ചെറിയ ബഹുമാനമല്ല. ഇത്രയും കാലം അവർ പോയി കിടന്നത് മണ്ണിലാണ്. മണ്ണിൽ കിടന്നിട്ട് മണ്ണിനോട് ചേർന്നോ ശരീരം? ഇല്ലേ, ഇല്ല. ഓ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, ഓർമ്മയില്ലേ വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഒരു പെണ്ണിന്റെ ശരീരം നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ചുരുങ്ങിയ മാസത്തിന് ശേഷം പരിശോധനക്ക് പുറത്തെടുത്തില്ലേ? അപ്പോഴേക്ക് ശരീരത്തിന്റെ രൂപഭാവങ്ങൾ എത്ര മാറിയിട്ടുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോഴേക്ക്, ഒരു വർഷം കഴിയുമ്പോഴേക്ക് നമ്മുടെ ശരീരം പൊതിഞ്ഞു വെക്കുന്ന കഫൻ തുണി മണ്ണിനോട് ചേർന്ന് നമ്മുടെ മജ്ജയും മാംസവും ഒക്കെ ചേർന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ദ്രവിക്കാത്ത എല്ല് മാത്രം ബാക്കിയാകുന്നു. അതേ സമയത്ത് 3 നൂറ്റാണ്ട് മണ്ണറയിൽ കടന്നിട്ടും ശരീരത്തിന്റെ വസ്ത്രം പോലും ചേഞ്ച് വന്നിട്ടില്ല. ഒരൊറ്റ രോമവും കൊഴിഞ്ഞിട്ടില്ല, ഒരു നഖവും കൊഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിലുള്ള വിശ്വാസം ദൃഢപ്പെടുത്തിയിട്ട് ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോ അള്ളാഹു ജല്ല ജലാലുഹു നൽകിയ ബഹുമാനം, ഇതിനല്ലേ സഹോദരങ്ങളെ കറാമത്ത് എന്ന് പറയുന്നത്. മണ്ണോട് ചേർന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളെ കയ്യിലിരിക്കുന്ന ടവല് അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട് മണ്ണിലേക്ക് വലിച്ചെറിയൂ. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, അതിന്റെ പല ഭാഗത്തും അതാ മണ്ണിര വന്ന് കൂടുകെട്ടിയിരിക്കുന്നു. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്ക് അതിന്റെ പല ഭാഗങ്ങളും മണ്ണ് പൊതിഞ്ഞുപോയി. ഒരാഴ്ച നോക്കുമ്പോ അവിടെ ഒരു മണ്ണിന്റെ പുറ്റാണ് കാണുന്നത്, നൂല് പോലും കാണുന്നില്ല. ആ കാണുന്ന തുണി മുഴുവനും മണ്ണെടുത്തുപോയി. പക്ഷേ ഹൈ പവറുള്ള ശരീരമാണോ? ഒന്നും സംഭവിക്കൂല. യുവത്വത്തിന്റെ പ്രസരിപ്പില് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച ശരീരമാണോ? ആ ശരീരത്തിന് കേടുപാട് വരില്ല. ഒരാള് മാത്രമല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇഷ്ടം പോലെ യുവാക്കളുണ്ട് ആ രീതിയിൽ ജീവിച്ചവർ. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു? ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായ സമയത്തല്ലേ മഹാനവർകൾ ബദറിന് ശേഷം മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഒരു 10 അംഗ സംഘത്തില് ഒരു മെമ്പറായിട്ട് യുവാക്കളെ കൂട്ടത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു പോയപ്പോ ആ നേതാവ്, ആ കൂട്ടത്തിലുള്ള നേതാവ് ആസിം റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ മക്കക്കാർക്ക് വിവരം കിട്ടി, മദീനക്കാരായ ചില ചെറുപ്പക്കാര് ഈ നാട്ടിന്റെ പരിസര ഭാഗങ്ങളിലൂടെ പോകുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോ പലരും വാഹനമെടുത്തിട്ട് അവരുടെ കാരക്കുരു പോയ ഭാഗം നോക്കിയിട്ട് അടയാളം നോക്കി പിന്നാലെ പോയി. ഒരു കുന്നിൻ പ്രദേശത്ത് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘത്തെ കണ്ടപ്പോ പുറത്ത് നിൽക്കുന്ന മുശ്രിക്കുകൾ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി വരണം, നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങളെ കൊന്നുകളയില്ല, നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. പലതും അവർ പറഞ്ഞു. പക്ഷേ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ സംരക്ഷണത്തിൽ ഇറങ്ങാൻ ഞാനില്ല. ഇറങ്ങാനില്ലെന്ന് പറഞ്ഞപ്പോ തായ്ഭാഗത്ത് നിന്ന് അമ്പെയ്ത്ത് നടത്തിയിട്ട് 7 പേര് അവിടെ തന്നെ വെച്ച് ഷഹീദായി. 3 ആളുകൾ തായോട്ട് ഇറങ്ങി വന്നു.
മൂന്നിൽപ്പെട്ട മഹാനാണ് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ കൊണ്ടുപോയപ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹാരിസിന്റെ മക്കള് പറഞ്ഞു, ഖുബൈബിനെ ഞങ്ങൾക്ക് വേണം. ബദറിൽ വെച്ച് ഞങ്ങളെ ഉപ്പ ഹാരിസിനെ വധിച്ചത് ഖുബൈബാണ്. അതേ, ഹാരിസിന്റെ മക്കൾക്ക് ഖുബൈബിനെ വിറ്റ് കളഞ്ഞു. ഹാരിസിന്റെ മക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടവറയിലാക്കി, വീട്ടു തടങ്കലിലാക്കി. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിൽ കഴിയുമ്പോ ഹാരിസിന്റെ മകളായ സൈനബ് എന്ന് പറയുന്ന പെണ്ണിന്റെ വീട്ടിലാണ് തടവിലാക്കിയത്. ആ പെണ്ണ് പറയുന്നു, ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനെ ഒരു തടവറയിലും ഞാൻ കണ്ടിട്ടില്ല. ഖുബൈബിനെ പോലെ നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ വീട്ടിന്റെ ഉൾഭാഗത്ത് താമസിക്കുന്ന ഖുബൈബ് ഞാൻ ഒരു നേരം പോയി നോക്കുമ്പോ കയ്യിൽ ഒരു കൊല മുന്തിരി പിടിച്ച് ആ മുന്തിരിയിൽ നിന്ന് ഓരോന്നെടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. വമാബി മക്കത മിൻ ഇനബിൻ, അന്ന് മക്കയിൽ എവിടെയും മുന്തിരിയില്ല. ആരാണ് ഖുബൈബ് തങ്ങൾക്ക് മുന്തിരി കൊടുത്തത്? വഇന്നഹു ലരിസ്ഖുൻ റസഖഹുല്ലാഹു ഖുബൈബാ. യുവത്വം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് നല്ല നിലക്ക് ജീവിച്ചപ്പോ ആ ഭൗതിക മാർഗത്തിലൂടെ മക്കയിൽ മുന്തിരി ഇല്ലാത്ത കാലത്ത് ഡയറക്റ്റായി അല്ലാഹു മുന്തിരി ഭക്ഷണം കൊടുത്തു. സൈനബ് എന്ന് പറയുന്ന പെണ്ണ് പറയാണ്, ഞാനൊരു ഭാഗത്തൂടെ പോയി നോക്കുമ്പോ, വീട്ടിന്റെ ഒരു ഭാഗത്തുകൂടെ പോയി നോക്കുമ്പോ ഉള്ളിലിരിക്കുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു വലിയൊരു കൊല മുന്തിരി കയ്യിലെടുത്ത് ഓരോന്നോരോന്ന് അങ്ങനെ എടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എവിടുന്നാ പഠിച്ചോനെ മുന്തിരി കിട്ടിയത്? എവിടെ മുന്തിരി ഇല്ലാത്ത കാലത്ത് എവിടുന്നാ മുന്തിരി കിട്ടിയത്? എന്തൊരു ബഹുമാനാണ്, എന്തൊരു കറാമത്താ. നമ്മൾ കറാമത്തായിട്ട് എണ്ണരില്ലേ? കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞാമരത്തിന്മേൽ കയാ നിറച്ചോവർ. മക്കയിൽ എവിടെയും മുന്തിരി ഇല്ലാത്ത കാലത്ത് ചെറുപ്പക്കാരനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു എവിടുന്ന് മുന്തിരി കിട്ടി? ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഒരിക്കൽ പോലും ഒരു ദുഃഖത്തിന്റെ ലാഞ്ചന ഞാൻ കണ്ടിട്ടേയില്ല. സൈനബ് എന്ന പെണ്ണിനോട് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയും, നിന്റെ സഹോദരന്മാര് എന്നെ ഏതായാലും തൂക്കുമരത്തിലേക്ക് കയറ്റും. നിങ്ങളെ ബാപ്പയെ ഞാൻ ബദറിൽ വെച്ച് ബാപ്പയെ വധിച്ചതിന് അവർ പകരമായിട്ട് എന്നെ കഴുമരത്തിലേറ്റു. അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ എന്നോടൊന്ന് വിവരം പറയണം. ആ സൈനബിനോട് പറഞ്ഞ ആ ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ എന്നോടൊന്ന് പറയണം. അപ്പൊ ഒരിക്കലും വന്നിട്ട് പറഞ്ഞു, ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു, എനിക്കൊരു കത്തി വേണം. നഖം മുറിച്ച് കക്ഷരോമങ്ങളൊക്കെ വടിച്ച് ഗുഹ്യരോമങ്ങളൊക്കെ വടിച്ച് മീശയൊക്കെ ഒന്ന് വെട്ടി യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ, അള്ളാഹുവിലേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ ഒരു കത്തി വേണം. പഴയ കാലത്ത് കത്തി കൊണ്ടല്ലേ നഖം മുറിക്കുന്നത് അല്ലേ? ഇപ്പോഴല്ലേ കട്ടറൊക്കെ വന്നത്. മുമ്പ് കത്തി കൊണ്ടാണ്. മുമ്പ് ഒരു വളഞ്ഞ കത്തി ഉണ്ടായിരുന്നു അല്ലേ? ആ കത്തി കൊണ്ട് നഖം മുറിക്കാനായിട്ട് വീട്ടിൽ അന്ന് നഖം മുറിച്ച് നല്ല പരിചയമുള്ള ഒസാത്തികളുണ്ടാവും. അവർ വരും വീട്ടിൽ, ഓരോരുത്തർ കാല് വെച്ച് കൊടുക്കും, നഖം അങ്ങനെ മുറിക്കും. മുറിയൊന്നാകൂല, നല്ല രൂപത്തിൽ നമ്മൾ മുറിച്ച പോലും അറിയില്ല, അങ്ങനെ മുറിക്കും. കത്തി കൊണ്ടാ മുറിക്കുക. കിട്ടിയില്ല എന്റെ വണ്ടിയിലുണ്ടോ ചോദിച്ചാൽ സഹോദരങ്ങളെ, ഖുബൈബ് റളിയല്ലാഹു അൻഹു കത്തി വാങ്ങിയിട്ട് നഖമൊക്കെ മുറിച്ച് റെഡിയാക്കി ആ കത്തി കയ്യിൽ പിടിച്ചിരിക്കുമ്പോ സൈനബ് എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇയഞ്ഞ് ഖുബൈബ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന മുറിയിലെത്തി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ കുട്ടി എടുത്തിട്ട് മടിയിലിരുത്തി. പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് സൈനബ് എന്ന് പറയുന്ന പെണ്ണ് പേടിച്ചുപോയി. പടച്ചോനെ, വലത്തെ കയ്യിൽ കത്തി, ഇടത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ കുട്ടിയെ. ഖുബൈബ് റളിയല്ലാഹു അൻഹു പുറത്ത് നോക്കുമ്പോ ആ പെണ്ണിങ്ങനെ നോക്കുന്ന കണ്ടപ്പോ മുഖത്ത് വല്ലാത്തൊരു ബേജാറ് കണ്ടപ്പോ ആ പെണ്ണിനോട് ചോദിച്ചു, ഈ കുട്ടിയെ ഞാൻ കൊല്ലും നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ചെയ്യൂല, കുട്ടിയെ ഒരിക്കലും ഞാൻ ചെയ്യൂല. സത്യത്തിൽ നിങ്ങൾ എന്നെ തടവിലാക്കിയതിന് പകരം വീട്ടാൻ ഈ കുട്ടിയെ എനിക്ക് കൊല്ലാമായിരുന്നു, പക്ഷെ കൊല്ലൂല. കുട്ടിയെ ഞാൻ കൊല്ലൂല. കുട്ടിയെ കൊല്ലാൻ പാടില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ കാലത്ത് ആണിന്റെയും പെണ്ണിന്റെയും ഒക്കെ മനസ്സിൽ സ്നേഹം എന്ന് പറയുന്ന കാര്യം, ആ ഒരു പദം തന്നെ ഉണ്ടെങ്കിൽ വലിയ വിജയം. എന്താ നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചത്?
ഒരു ചെറുപ്പക്കാരിയായ ഒരു ഉമ്മ, യുവതിയായ ഒരു പെണ്ണ്, 19 വയസ്സുള്ള ഒരു പെണ്ണ് 2 ദിവസം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ആ കുട്ടി എങ്ങനെ ഉണ്ടായാലും കൊല്ലാൻ പറ്റുമോ? ആ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടിക്ക്, അത് വേറെ വിഷയം, ഇത് വേറെ ചർച്ച. കൊല്ലാൻ പറ്റും. കുട്ടികളെ കൊല്ലുന്ന ആൾക്ക് എത്ര വലിയ ശിക്ഷയെന്നാ. കുട്ടികളെ കൊല്ലുന്ന ആൾക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നോക്ക്, കുട്ടിയെ കൊല്ലുന്ന ആൾക്ക് ജഹന്നമാണ്, നരകമാണ്. അല്ലാഹു തആല തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ്. കുട്ടികളെ കൊല്ലാൻ പാടില്ല. അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു സ്നേഹം, ഒരു കാരുണ്യം എന്ന് പറഞ്ഞത് എത്ര രൂപത്തിൽ വറ്റിപ്പോയി. കാരുണ്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഉള്ളത് ബാപ്പക്കോ ഉമ്മക്കോ എന്ന് ചോദിച്ചാൽ ആർക്കാ? ഉമ്മക്കാണ്. എന്താണത്? വെറുതെ പറഞ്ഞതല്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിന് അറബിയിൽ പറയുന്ന പേര് റഹ്മ് എന്നാണ്. റഹ്മ്, റാ ഹാ മീം, റഹ്മ്, ഗർഭാശയം. അതിൽ നിന്നാ സഹോദരങ്ങളെ റഹ്മത്ത് എന്ന് വന്നത്. ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ കുട്ടിയോട് ഒരു ഉമ്മ കാണിക്കുന്ന അത്രയും കാരുണ്യം. എത്ര മണിക്കൂർ ഉറക്കൊഴിഞ്ഞാലും കുട്ടിയൊന്നും ഉറങ്ങാതെ ഉമ്മാക്ക് ഉറക്കം വരുമോ? പക്ഷെ ഈ കരുണ വറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുക. ഉമ്മമാർക്ക് കരുണ ഇല്ലെങ്കിൽ വേറെ ഒരു പെണ്ണ്, കഴിഞ്ഞ ദിവസങ്ങൾ ബാംഗ്ലൂരിൽ ഒരു പെണ്ണ് കുട്ടിനെ കഷ്ണാക്കിയിട്ട് പെട്ടിയിൽ നിറച്ച കഥ വായിച്ചില്ലേ? എന്താ അതൊക്കെ കേൾക്കുന്ന നമ്മള്? സ്വന്തം മാതാവ് കാണാൻ എന്ത് നല്ല ചുറുക്കുള്ള കുട്ടി. ആ കുട്ടീന്റെ ഫോട്ടോ തന്നെ കണ്ടില്ല, എന്ത് ഭംഗിയുള്ള കുട്ടി. 7 വയസ്സായ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ കൊല്ലാൻ തോന്നി സഹോദരങ്ങളെ? എന്തൊരു പൈശാചികതയാണ്. അതിനേക്കാളും വലിയ സങ്കടം എന്താണ്? നിങ്ങൾ കുട്ടികൾ 1, 2 ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രേമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് കൈമാറിയിട്ട് ചാറ്റിങ് നടത്തിയിട്ട് ഈ പിഞ്ചു പൈതങ്ങൾക്ക് ബാപ്പയും ഉമ്മയില്ല. ബാപ്പ വേറൊരാളെ സ്നേഹിച്ചു, ഉമ്മ വേറൊരാളെ സ്നേഹിച്ചു, മക്കള് ബാപ്പാ ഉമ്മ എന്നും പറഞ്ഞുള്ള നിലവിളി. അല്ലാഹു അല്ലാ, എവിടുന്നാണ് അതിന്റെ സങ്കടം തീരുക? എത്രയാണ് അതൊരു ദിവസം വരുന്നത്? ഒരു കാരുണ്യം, സ്നേഹം നമ്മളെ കൽബിലില്ലെങ്കിൽ പിന്നെ നമ്മളെ മനുഷ്യന്റെ അവസ്ഥ എന്താ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ മടിയിലിരുത്തിയിട്ട് ചോദിക്കാണ് സൈനബ് എന്ന് പറയുന്ന പെണ്ണിനോട്, പെണ്ണേ, ഞാൻ ഈ കുട്ടിയെ കൊല്ലുന്ന് കരുതുന്നുണ്ടോ? ഇല്ല കേട്ടോ, ഒരിക്കലും ഞാൻ ഈ കുട്ടിയെ കൊല്ലൂല. ആ കുട്ടിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു ഹുബൈബ് റളിയല്ലാഹു അൻഹു. കുട്ടിയെ തായോട്ടി ഇറക്കിക്കൊടുത്തു. ഏത് കുട്ടികളെ കണ്ടാലും വാരിയെടുക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വന്തം കുട്ടിയെന്ന് മാത്രമല്ല, ഏത് കുട്ടിയെ കണ്ടാലും അണച്ചുകൂട്ടി പിടിച്ച് സ്നേഹം പങ്കിടുന്ന നേതാവിന്റെ ഉമ്മത്ത്. യുവാക്കളെ, യുവതികളെ, മറ്റൊരാൾക്ക് മനസ്സും ശരീരവും കൈമാറുന്നതിന്റെ മാർഗമായി ഒരിക്കലും മാപ്പർഹിക്കാത്ത ശിക്ഷയ്ക്ക് വിധേയരാകരുത്. ജഹന്നമാണ് അല്ലാഹു കണക്കാക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞിനെ കൊല്ലാൻ. ഇത്രയും കടുത്തുപോയ മനസ്സ് എത്രമാത്രം മൃഗീയമായ മനസ്സാണ്. കത്തി കയ്യിൽ പിടിച്ചിട്ടും ഹുബൈബ് തങ്ങൾ പറഞ്ഞില്ലേ, സൈനബേ, കുട്ടിയെ ഞാൻ കൊല്ലൂല, അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട. കുട്ടികൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്നത് മുത്തുനബിയിൽ നിന്ന് തങ്ങൾ കണ്ട ശിഷ്യനാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഉപ്പമാരെ, ചെറുപ്പക്കാരെ, കുട്ടികൾ നമ്മളെ മടിയിൽ മൂത്രയിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ കാഷ്ടിച്ചു, വഴക്ക് പറയരുത് കേട്ടോ, ചീത്ത പറയരുത് കേട്ടോ. കുടില മനസ്സിന്റെ ഉടമകളാകരുത്, ആർദ്രതയുള്ള മനസ്സിന്റെ ഉടമകളാകണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോ ആയിഷ ഉമ്മയെ കാണാൻ വേണ്ടി വന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഒക്കത്തിരിക്കുന്ന ചെറിയൊരു കുട്ടി, ഒരു 3 വയസ്സ് 3.5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. കുട്ടികൾ ഒക്കത്തിരിക്കൂലല്ലോ, എന്തെങ്കിലും കണ്ടാൽ താഴോട്ടിറങ്ങൂലേ? ആ കുട്ടികളുടെ പ്രകൃതി അങ്ങനെയാണ്. കുട്ടി താഴോട്ടിറങ്ങി പതുക്കെ പതുക്കെ നടന്നു വന്ന കുട്ടി മുത്തുനബി തങ്ങളെ കട്ടിലിൽ കയറി. കട്ടിലിൽ കയറിയ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളന്റെ മേലെ കയറ്റി വെച്ചു. നോക്ക് നിങ്ങൾ, തങ്ങൾ ആ കുട്ടിനേറ്റ് അങ്ങനെ കളിക്കാണ്. തങ്ങൾ കിടക്കാണ്. കിടന്നിട്ട് മുത്തുനബി തങ്ങളെ കുട്ടിയല്ലേ, ഏതോ ഒരു പെണ്ണ് ആയിഷ ബീവിയെ കാണാൻ വേണ്ടി വന്നൊരു ഉമ്മ, ആ ഉമ്മാന്റെ കുട്ടി എങ്ങനെ പള്ളമ്മലിരുത്തിയിട്ട് തങ്ങൾ അങ്ങനെ കളിക്കാണ്. ഈ കളിയുടെ ഇടയിൽ കുട്ടി അങ്ങ് മൂത്രമൊഴിച്ചു.
നമ്മളൊക്കെ നന്നാകണമെങ്കിൽ എന്നും നമ്മളെ മടിയിൽ മൂത്രയ്ക്കണ കുട്ടികൾ നല്ല നന്നാകുള്ളൂ. ചില ആളുകളൊക്കെ ഉണ്ട് ചൂടാകുന്ന കേട്ടാൽ മൂത്രയ്ക്കാൻ മുട്ടുമ്പോൾ അവരെ മടി കൊണ്ടിരുത്തണം. എന്തിനാ ചൂടാണ്? എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആ കുട്ടിയെന്നെ അപ്പൊ നോക്കുന്നുണ്ടാവും, പഠിച്ചോനെ ഇതാണോ ബാപ്പ, ഇത് ബാപ്പ ആണ്ടില്ലെന്ന് ചിലപ്പോൾ കുട്ടി കേട്ടുണ്ടാവും. എന്തിനാ വഴക്ക് പിടിക്കണത്? ഓ നമ്മളൊക്കെ ഒരു ഡീസന്റ് കണ്ടാൽ എന്ത് ഡീസന്റ് നമുക്കുള്ളത്, എന്ത് പവറാ നമുക്കുള്ളത്. ഈ കുട്ടി മൂത്രമൊഴിച്ചത് ആ ഉമ്മ ഇങ്ങനെ വന്നു നോക്കുമ്പോ കുട്ടി മൂത്രമൊഴിക്കാണ് പള്ളമേൽ ഇങ്ങനെ കിടന്നിട്ട്. ആരെ പള്ള എന്ന് പറയുന്നത് നിങ്ങൾക്ക്? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുണ്യ ഭൂമേനിയില് അവിടെ കിടന്നിട്ടാ ഈ കുട്ടി മൂത്രമൊഴിക്കുന്നത്. ഈ ഉമ്മ പെട്ടെന്ന് ചെന്നു കുട്ടീനെ എടുക്കാൻ വേണ്ടി, ബേജാറായി. മുത്തുനബി തങ്ങൾ കൊടുത്തില്ല. കാരണം മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോയി വലിച്ചാൽ വീട്ടിലാകെ മൂത്രാവും അല്ലേ? തങ്ങൾ കൊടുത്തില്ല, കുട്ടീനെ ബേജാറാക്കിയില്ല. കുട്ടി അങ്ങനെ കിടന്ന് മൂത്രമൊഴിക്കുന്നു. മൂത്രമൊഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ആ കുട്ടിന്റെ മുഖത്തൊരു ഉമ്മ കൊടുത്തു, ചുംബനം കൊടുത്തു. തങ്ങൾ കുട്ടിയെ കൈമാറി ആയിഷ ബീവിയോട് പറഞ്ഞു, ഒരു പാത്രം വെള്ളം കൊണ്ടുവാ. ആ പാത്രം വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു. നമ്മളാണെങ്കിൽ അവിടെ ഉള്ള ആ തറപ്രസംഗം ഇവിടെ നിന്ന് പറഞ്ഞാൽ സമയം മതിയാവോ? അല്ലാ, ചില വീട്ടിലൊക്കെ അങ്ങോട്ട്. അപ്പൊ അപ്പുറത്തുള്ള വീട്ടുകാർ ചിന്തിക്കുന്നുണ്ടാവും, പഠിച്ചനെ ഓനക്ക് കുട്ടി ഉണ്ടായിട്ട് ഇങ്ങനെ, എനിക്കൊരു കുട്ടിയില്ലായിട്ട് ഞാൻ എന്തൊരു ബുദ്ധിമുട്ട്. ഓനക്ക് 2, 3, 4 കള്ള കൊടുത്തതിന് പകരം എനിക്കൊരു 5 തന്നിക്കുകയാണെങ്കിൽ എന്ത് സ്നേഹത്തോടെ പറ്റും. ഓന് കൊടുത്തിട്ട് ഈ കോലത്തിലുള്ള ആ കുട്ടികൾ എന്തൊരു വെറുപ്പ് വാർപ്പ്, എന്തൊരു വർത്താനാ പറഞ്ഞത്. നമ്മളിൽ നിന്ന് യുവാക്കളെ യുവതികളെ ഈ സംസ്കാരം ഉണ്ടാകരുത്. വളരെ മോശം, ഒരിക്കലും ഉണ്ടാകരുത്. ഒരു കുട്ടി മൂത്രച്ചിനൊക്കെ ഉമ്മാനെ ചീത്ത പറയാം, പെണ്ണുങ്ങളെ ചീത്ത പറയാം. എന്നാ പിന്നെ ആദ്യം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് 2 ദ്വാരം വേണ്ട, ഒന്ന് അടച്ചിരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ. മൂത്രയിക്കലൊക്കെ സ്വാഭാവികല്ലേ? നോക്ക്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, തങ്ങൾ ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞു, ആ കുട്ടീന് ഉമ്മ കൊടുത്ത് ചുംബനം കൊടുത്തിട്ടാ തങ്ങൾ കൈമാറുന്നത്. എടുക്കാൻ വേണ്ടി ബേജാറായി വന്ന ഉമ്മാന്റെ കയ്യിലേക്ക് ആ കുട്ടീനെ കൊടുത്തില്ല. ശേഷം ഒരു പാത്രം വെള്ളം കൊണ്ട് അതങ്ങനെ ഒഴിച്ചു. അത്രല്ലേ ഉള്ളൂ. ജസ്റ്റ് ആ ചെറിയ കുട്ടിന്റെ ആ മൂത്രമൊഴിച്ച് നീങ്ങാൻ അതിലേറെ ഒന്ന് വെള്ളം ഒഴിച്ചാൽ നീങ്ങാൻ കഴിഞ്ഞില്ലേ? അതിനിപ്പോ ഇത്രമാത്രം പറയാനുണ്ടോ? അത് ഉണങ്ങിയാ അത് റെഡിയായും ചെയ്തു. ഇപ്പൊ നനഞ്ഞു, നാലപ്പം എന്താ കുഴപ്പം? അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ട് തോന്നരുത്. അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മളെ കൽബിൽ ഈ സ്നേഹം, കാരുണ്യം എന്ന് പറയുന്ന സംഗതി ഇല്ലാതായിത്തീരുന്നത്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാരനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ആ കുട്ടി ഇരിക്കുന്ന രംഗം ഇതൊക്കെ കണ്ടിട്ടാണ് സൈനബ് എന്ന് പറയുന്ന പെണ്ണ് പറയുന്നത്, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഹുബൈബ്. എന്റെ വീട്ടിൽ തടവുകാരനായ ഹുബൈബ് എന്ന ചെറുപ്പക്കാരനെക്കാളും നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു സ്നേഹമാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു കറാമത്താണ്. യുവാക്കളെ, യുവതികളെ, എങ്ങനെയാണ് അല്ലാഹു ഭക്ഷണം കൊടുത്തത്? തടവറയിൽ പാർപ്പിക്കുന്ന സമയത്ത് അള്ളാന്റെ ഭാഗത്തു നിന്ന് ഡയറക്റ്റായി ഭക്ഷണം കിട്ടിയാൽ പിന്നെ മനസ്സിന് വല്ല വിഷമമുണ്ടോ? അവിടെ കിടന്നുറങ്ങാൻ വല്ല പ്രശ്നമുണ്ടോ? മുന്നിൽ വരുന്ന കാര്യങ്ങൾക്ക് പ്രതിസന്ധിയുണ്ടോ? കടുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവസാനം വല്ല ആഗ്രഹമുണ്ടോ? ഹുബൈബ്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് ഞാൻ പറയട്ടെ, ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ ആഗ്രഹം പറഞ്ഞത്, ദഊനി ഉസല്ലി റകഅതൈൻ. എന്റെ ജീവിതത്തിൽ എത്ര നിർവഹിച്ചിട്ടും എനിക്ക് മതി വരാത്തൊരു അമലുണ്ട്. എന്റെ നിയന്താവായ, എന്റെ റബ്ബായ, എന്റെ സൃഷ്ടാവായ അള്ളാഹുവിനുള്ള സുജൂദാണ്, നിസ്കാരമാണ്. എത്ര നിർവഹിച്ചിട്ടും എനിക്കതിന്റെ പൂതി മാറിയിട്ടില്ല. 2 റക്അത്ത് എന്റെ റബ്ബിനെനിക്ക് നിസ്കരിക്കണം. ദുനിയാവിൽ നിന്നുള്ള യാത്രയല്ലേ, അവസാനം എന്തെല്ലാം ആഗ്രഹം പറയാനുണ്ട്. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് പോകുന്ന സമയത്ത് ചോദിച്ചപ്പോ ആഗ്രഹം ഇത് പറഞ്ഞപ്പോ 2 കൈയിന്റെയും ബന്ധനം അഴിച്ചു കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി വുദു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പറഞ്ഞു, ലൗലാ അൻ തദുന്നു അന്നമാ ബി ജസഉൻ ലസിത്തു.
എനിക്ക് മരണത്തിന്റെ വെപ്രാളമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കൂലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ നിസ്കാരം നീട്ടിയിട്ട് മരണപ്പേടിയാണെന്ന് നിങ്ങളെ മനസ്സിൽ ധാരണ വരില്ലായിരുന്നെങ്കിൽ ഇനിയും ഇനിയും ഞാൻ നിസ്കരിക്കുമായിരുന്നു. ചെറുപ്പക്കാരാ, യുവത്വ കാലത്ത് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കണ്ട. ചെറുപ്പക്കാരി, ഒരൊറ്റ നിസ്കാരവും ഖളാക്കണ്ട. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു ഫർളും ഒരു സുന്നത്തും ഒഴിവാക്കാത്ത ചെറുപ്പക്കാരനുണ്ടോ, ചെറുപ്പക്കാരിയുണ്ടോ? ഈ നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ അവനാണ്, ചെറുപ്പക്കാരി അവളാണ്. പക്ഷേ സഹോദരങ്ങളെ, അന്വേഷിച്ചു നോക്കുമ്പോ നിസ്കാരം ഏറ്റവും ഖളാ ഉള്ളത് യുവാക്കൾക്കാണെന്നറിയുമ്പോ പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഭാവി തലമുറയുടെ പ്രതീക്ഷ എന്താ? അടുത്ത തലമുറ ഈ പള്ളി പരിപാലിക്കേണ്ടവർ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ 20 കൊല്ലവും 15 കൊല്ലവും നിസ്കാരം ഖളാ ആക്കിയവർ പരിപാലനത്തിന് വരുമ്പോ ബറക്കത്തുണ്ടാകുമോ? ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ പൊരുത്തം ലഭിക്കുമോ? എന്ത് തൊഴിലിന് നിങ്ങൾ പുറപ്പെട്ടാലും, എത്ര ലക്ഷം ശമ്പളം കിട്ടിയാലും, ഒരു നേരത്തെ നിസ്കാരത്തോളം വലുപ്പമുള്ള ഒരു സംഗതിയും അല്ലാഹുവിന്റെ ദുനിയാവിലില്ല. അതുകൊണ്ട് ഏത് പഠനമാണെങ്കിലും, ഏത് ക്യാമ്പാണെങ്കിലും, ഏത് കോച്ചിങ് ക്യാമ്പാണെങ്കിലും ഒരു നിസ്കാരവും വിട്ടുപോകണ്ട. ചെറുപ്പക്കാരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിന് എന്തെല്ലാം ആഗ്രഹം പറയാം. പക്ഷേ ഏറ്റവും മുന്തിച്ച ആഗ്രഹം ആദ്യമായി നമ്മുടെ സമൂഹത്തില് കൊലക്കാരന് മുമ്പിൽ നിസ്കരിച്ചുകൊണ്ട് മാതൃകയാക്കിയ മഹാൻ, അവ്വലു മൻ സന്ന സ്വലാത്ത ഇൻദൽ ഖത്ലി, കൊലപാതകം നടക്കുന്നതിന്റെ മുമ്പ് തൂക്കുമരത്തിന്റെ തൊട്ടു മുന്നില് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ച് ആദ്യമായി മാതൃക കാണിച്ച യുവാവ് സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹുവാണ്. സഹോദരങ്ങളെ, ഹുബൈബ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ച് കഴുമരത്തിന്റെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ 400-ലധികം കിലോമീറ്റർ അപ്പുറത്തുള്ള മുത്തുനബി തങ്ങൾക്കൊരു സലാം പറയുന്നു. അന്ന് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ഹയാത്തുണ്ട്. പിന്നെ പറയേണ്ടത് മുത്തുനബി തങ്ങളോടല്ലേ. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചല്ലോ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്നുള്ള യാത്രക്ക് അള്ളാഹുവിനോടുള്ള മഹബത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരാളെ മനസ്സിലും ശരീരത്തിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും സ്ഥാനം നൽകപ്പെടേണ്ടതാർക്കാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴുമരത്തിന്റെ പടിയിലേക്ക് കയറുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിലിരിക്കുന്ന മദീനയിലെ നബി തങ്ങള് വഅലൈക്കസ്സലാം യാ ഹുബൈബ്, സലാം അടക്കിയപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹുബൈബ് റളിയല്ലാഹു അൻഹു എവിടെ? നമ്മുടെ ഹുബൈബിനെ ശത്രുക്കൾ കടുമരത്തിലേക്ക് കയറ്റുന്നതിന്റെ മുമ്പ് ഹുബൈബ് അവസാനം പറഞ്ഞ ആഗ്രഹം അറിയുമോ? മദീനയിലുള്ള സ്വഹാബത്തിനോട് തത്സമയം നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹുബൈബ് അവസാനം പറഞ്ഞ ആഗ്രഹം 2 റക്അത്ത് എനിക്ക് നിസ്കരിക്കണമെന്നാണ്. നിസ്കാരം കഴിഞ്ഞ് സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെക്കുമ്പോ എനിക്കൊരു സലാം പറഞ്ഞു. ആ സലാമാണ് ഞാൻ മടക്കിയത്. അടുത്ത കാല് മേലോട്ട് വെക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥന നടത്തി. ആ ചെറുപ്പക്കാരന്റെ ദുആ അല്ലാഹു ഖബൂലാക്കി. അല്ലാഹുമ്മ അഹ്സിനിൻ അദദാ വഖ്തുൽഹും ബിദദാ വലാ തബ്ഖ മിൻഹും അഹദാ. എന്നെ കഴുമരത്തിലേറ്റുന്നതിന് കരുക്കൾ നീക്കിയ ഹാരിസിന്റെ മക്കളില്ലേ, അടുത്ത കൊല്ലം ഈ ടൈമാകുമ്പോ ഒരൊറ്റെണ്ണത്തിനെയും ഭൂമിയിൽ ബാക്കി വെക്കരുത് അല്ലാ. എല്ലാവരെയും നശിപ്പിക്കണേ അല്ലാ. പിറ്റ
ആയിരത്തെ കൊല്ലം ആ സമയമാകുമ്പോ ഹാരിത്തിന്റെ മക്കൾ ഒറ്റ ഒന്ന് പോലും അള്ളാന്റെ ഭൂമി ലോകത്ത് ബാക്കിയില്ല. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം പറഞ്ഞത് മദീനയിൽ നിന്ന് നേതാവ് ലൈവായി മടക്കിയില്ലേ? ഹുബൈബ് തങ്ങൾ ഏറ്റവും വലിയൊരു കറാമത്തല്ലേ അത്. ആ സലാം ഇവിടുന്ന് അങ്ങോട്ട് കേട്ടു എന്ന് മാത്രമല്ല, അവസാനം മുത്തുനബി തങ്ങളെ സലാം കേട്ടിട്ടല്ലേ കടുമരത്തിലേക്ക് കയറുന്നത്. ഹബീബായ തങ്ങളെ സലാം കേട്ടിട്ട് മരണത്തിലേക്ക് നീങ്ങുമ്പോ പ്രയാസമുണ്ടോ? പ്രതിസന്ധിയുണ്ടോ? തിരിച്ചു പറഞ്ഞ സലാമു ഹുബൈബ് തങ്ങൾ കേട്ടില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ സലാമു മാത്രമല്ല കേട്ടത്, അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ സലാമും കേട്ടു. അടുത്ത സ്റ്റെപ്പിലേക്ക് കാല് വെച്ച് ഹുബൈബ് തങ്ങൾ പറഞ്ഞില്ലേ, വലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇയശ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. എനിക്കൊരു പരാതിയുമില്ല, ഞാൻ മരിക്കുന്നത് അള്ളാന്റെ മാർഗത്തിലല്ലേ. ഞാൻ മരിക്കുന്നത് കുറ്റകൃത്യം ചെയ്തൊരു ശിക്ഷ അനുഭവിച്ചിട്ടല്ലല്ലോ. ഞാൻ മരിക്കുന്നത് അക്രമപരമായിട്ടല്ലല്ലോ. ഞാൻ മരിക്കുന്നത് ചതിയിലൂടെ അല്ലല്ലോ. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ. മുസ്ലിമായി എന്നെ കഴുമരത്തിലേറ്റപ്പെടുന്നതിന് എനിക്കൊരു പരാതിയുമില്ല. ഏത് നിലക്ക് ഞാൻ മരിച്ചു വീണാലും എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും റബ്ബ് തആല ബറക്കത്ത് നൽകും, അല്ലാഹു കാവൽ നൽകും. എനിക്കൊരു പരാതിയുമില്ല. ആ കടുമരത്തിന്റെ മുകളിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു എത്ര ദിവസം കിടന്നു എന്നറിയോ? അവിടേക്കാണ് എന്റെ വിഷയം. ഞാനൊരു ചരിത്രം പറഞ്ഞ് നീട്ടിയല്ല. അസ്ഹാബുൽ കഹ്ഫ് 300 കൊല്ലം കടന്നിട്ട് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഉറുമ്പ് പോലും അരിച്ചോ? യുവാക്കളെ, നമ്മുടെ യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിലാക്കിയാൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഈമാനിന് പവർ നൽകുന്നത് യജമാനനായ റബ്ബാണ്. അള്ളാഹുവാണ് അതിന് ബഹുമാനം നൽകുന്നത്. തിരുത്താൻ ഒരാൾക്കും കഴിയില്ല, പറിച്ചു മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. യുവത്വത്തിന്റെ പ്രസരിപ്പ് ദീനിന്റെ വഴിയിലായിട്ട് മാത്രം ചെലവഴിക്കുക. ഭൗതികതയ്ക്ക് വേണ്ടി യുവത്വത്തിന്റെ പ്രസരിപ്പും യുവത്വത്തിന്റെ പ്രചോദനവും യുവത്വത്തിന്റെ മാസ്മരികതയും ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി ഭൗതികതയ്ക്ക് വേണ്ടി ഇപ്പത്തെ കാലത്ത് ഇങ്ങനൊക്കെയല്ലേ നടക്കുള്ളൂ എന്ന് കരുതിയിട്ട് ചെലവഴിക്കരുത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം. ഒരൊറ്റ നിസ്കാരവും നിന്റെ പെരടിയിൽ ഖളാ ഉണ്ടാകരുത്. ഒരൊറ്റ നോമ്പും നിന്റെ പെരടിയിൽ ഖളാ ഉണ്ടാകരുത്. ഒരൊറ്റ ഹറാമിയത്തും നിന്റെ ഭാഗത്ത് വലിയ സന്തോഷമായിട്ട് നിനക്ക് തോന്നരുത്. നിന്റെ ജീവിതത്തിൽ വലിയ പ്രസരിപ്പായിട്ട് പതിവായിട്ട് ഒരു ഹറാം നീ പ്രവർത്തിച്ചു മുന്നോട്ട് നീങ്ങരുത്. ദൗർഭാഗ്യകരമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് സംഭവിച്ചു പോയെങ്കിൽ പശ്ചാത്തപിച്ചു മടങ്ങണം. മേലാൽ അതിലേക്കില്ലെന്ന് പറഞ്ഞ രീതിയിൽ മടങ്ങണം. ശേഷിക്കുന്ന യുവത്വം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കിട്ടാൻ വലിയ കാവലല്ലേ അള്ളാഹു തആല തരുന്നത്. ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം 40 ദിവസം കിടന്നു കടിമരത്തിൽ. നഖം കൊഴിഞ്ഞു പോയോ? നമ്മുടെ കേരളത്തിൽ 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കബർ മാന്തിയിട്ട് 4 ദിവസം കഴിഞ്ഞ് കബർ മാന്തിയിട്ട് കണ്ണ് കാണില്ല, പല്ലില്ല, മൂക്കില്ല, ചെവിയില്ല, കാതില്ല, കൈയിന്റെ വിരലുകളില്ല. ആരേതൊക്കെ കൊണ്ടുപോയി? ശരീരത്തിന് പവർ ഉണ്ടെങ്കിൽ ഒരു രോമം പോലും പോകില്ല സഹോദരങ്ങൾ. യുവത്വത്തിൽ പ്രസരിപ്പോടെ ഈമാനോടെ ജീവിക്കണം. അല്ലാതെ കുടുംബത്തിന്റെയും തറവാടിന്റെയും മറ്റും മഹിമന്റെ പേരിലൊന്നും അത് കിട്ടുന്ന ആരും കരുതരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ആയുഷ്കാലത്തിന്റെ ഏറ്റവും വിലയേറിയ കാലം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണം. ദുനിയാവിൽ കിട്ടുന്നതിനേക്കാളും വലിയ സുഖമാണ് അള്ളാഹു തആല തരിക. 40 ദിവസമായിട്ടും കഴിമരത്തിൽ നിന്ന് ഇറക്കാതിരുന്നപ്പോ മദീനത്ത് നിന്ന് 2 സ്വഹാബിമാരെ പറഞ്ഞയച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയിട്ട് കഴിമരത്തിൽ നിന്ന് ഹുബൈബ് തങ്ങളെ താഴോട്ടിറക്കണം. എവിടെങ്കിലും ഒന്ന് കുടി കുഴിച്ചിട്ട് ഹുബൈബ് തങ്ങളെ മറവ് ചെയ്യണം. 2 സ്വഹാബിമാര് പോയി. പരിസരങ്ങളിലൊക്കെ മധോന്മത്തരായ കാവൽക്കാർ കിടക്കുന്നു. മുശ്രിക്കുകളായ നേതാക്കൾ മുഴുവനും കുടിച്ച് മതിച്ച് സുഖിച്ച് കിടക്കുകയാണ്. പതുക്കെ കഴുമരത്തിലേക്ക് കയറി. ഹുബൈബ് തങ്ങളെ രോമത്തിന് പോലും മാറ്റമില്ല. നീ
നീയൊരു പവറില്ലാത്ത ജീവിതം ജീവിച്ച ആളാണോ? അള്ളാന്റെ മാർഗത്തിലായിട്ട് യുവത്വം ചെലവഴിക്കാത്ത ആളാണോ? പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാത്തവനാണോ? നിന്റെ ഖബറിലേക്ക് നിന്റെ ശരീരം വെച്ച് 3 ദിവസമാകുമ്പോഴേക്ക് ആദ്യം വേർപിരിയുന്ന 2 അവയവങ്ങള് 2 കണ്ണുകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 ദിവസം കഴിഞ്ഞിട്ട് ഖുബൈബ് തങ്ങളെ കണ്ണങ്ങനെയുണ്ട്, കാതങ്ങനെയുണ്ട്, നഖമങ്ങനെയുണ്ട്. ഒരൊറ്റ അവയവങ്ങൾക്കും ഒരു ചേഞ്ചുമില്ല. ശരീരത്തിൽ എവിടെയെങ്കിലും പോറലേറ്റിട്ടുണ്ടോ? ഇല്ല. ഖുബൈബ് തങ്ങളെ പതുക്കെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് വാഹനപ്പുറത്ത് പതുക്കെ മഹാനവറുകളെ കയറ്റിയിട്ട് ഒരാൾ മുന്നിലും ഒരാൾ ബാക്കിലുമായിട്ട് വാഹനം ഓടിച്ചൊന്ന് മുന്നോട്ട് നീങ്ങുമ്പോഴേക്ക് ശത്രുക്കളിൽപ്പെട്ട ആരോ ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മുടെ മുകളിലുള്ള ആളെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റു, വാഹനമെടുത്ത് പിന്നാലെ വിട്ടു. പക്ഷേ മദീനത്തുനിന്ന് വന്ന സ്വഹാബിമാര് അവര് ഭൂമിയോട് കൽപ്പിച്ചു, ഭൂമി ഖുബൈബ് തങ്ങളെ സ്വീകരിക്കൂ. ഭൂമി ഖബർ കുടിക്കാൻ കാത്തു നിൽക്കാൻ നേരമുണ്ടോ? നല്ല ഒരു ഖബർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഖബറിലേക്ക് ഖുബൈബ് തങ്ങളെ അങ്ങോട്ട് വെച്ച് ഭൂമി അതാ യാന്ത്രികമായി മൂടുകയും ചെയ്തു. അവര് പല ഭാഗത്തും തെരഞ്ഞു നോക്കി, ഖുബൈബ് തങ്ങളെ കിട്ടിയില്ല. അള്ളാഹുവിന്റെ മാർഗത്തില് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ചപ്പോ ഭക്ഷണം കൊടുക്കാതെ വീട്ടു തടങ്കലിൽ കിടത്തിയ മഹാന് ഡയറക്റ്റായി അള്ളാഹു ഭക്ഷണം കൊടുത്തതുപോലെ മരണത്തിന്റെ കടുമരത്തിൽ കയറിയിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുത്തതുപോലെ ജീവിതം കഴിഞ്ഞിട്ട് മരണത്തിലേക്ക് പ്രവേശിച്ച് ആഖിറത്തിലേക്ക് നീങ്ങിയപ്പോഴും ആ ശരീരത്തിന് അള്ളാഹു കൊടുത്ത ബറക്കത്ത്, അള്ളാഹു കൊടുത്ത ബഹുമാനം വിവരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നല്ല ആയുഷ്കാലമില്ലേ, അത് നല്ല ബഹുമാനമുള്ള കാലമായി മാറണം. സുബ്ഹാനല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫിനെ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ബഹുമാനം അവരെ ശരീരത്തിന്റെ ബഹുമാനമാണോ? അല്ല. ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയോ? 300 കൊല്ലത്തിന് ശേഷം അവരെ കൊണ്ട് അല്ലാഹു തആല ഹിദായത്ത് നൽകിയത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ്. 3 നൂറ്റാണ്ടിന് ശേഷം ഗുഹയിൽ നിന്ന് അവർ എഴുന്നേറ്റ് വന്നപ്പോ അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ് ബൈദറൂസ് എന്ന് പറയുന്ന മഹാനാണ്. അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ച നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അന്നത്തെ കാലത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിൽ ഒരു സംശയമുണ്ട്. എന്താ സംശയം എന്നറിയോ? ജീവിതമുണ്ട്, മരണം ഉണ്ട്, ഖബറുണ്ട്, ഒക്കെ ശരിയാണ്. പുനർജീവിതം അതെങ്ങനെ വിശ്വസിക്കാനൊക്കില്ല. ഒരു പുനർജീവിതമോ മരിച്ചിട്ട് പിന്നൊരു ജീവിതമോ അത് സങ്കല്പമല്ലേ, അത് ശരിയാകുമോ? എന്തൊരു വിശ്വാസത്തിന്റെ അബദ്ധം അന്നത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്കുണ്ട്. അപ്പോഴാണ് ബൈദറൂസ് എന്ന് പറയുന്ന രാജാവ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ മനുഷ്യന്മാരുടെ ഈമാനൊന്ന് ഉറക്കാൻ, ഇവരെ വിശ്വാസമൊന്ന് ശരിയാകാൻ എന്തെങ്കിലും ഒരു അടയാളം നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തരണേ അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു തആല ഇവരെ ഖബറിൽ നിന്ന്, ഇവരെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. വിശപ്പ് വന്നിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയി. സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴും യുവാക്കളെ, യുവതികളെ, ആ സ്വഹാബുൽ കഹ്ഫിന്റെ ഒരു ആത്മീയത കണ്ടോ? കിട്ടുന്നത് മുഴുവനും വാരി വലിച്ചു തിന്നാലേ നമുക്ക് ഈമാനും ഇഖ്ലാസും ഉണ്ടാകൂല. ഒരാളെ നാണയത്തിട്ട് കൊടുത്ത് പറഞ്ഞേക്കുമ്പോ എന്താ അവരെ നിർദ്ദേശം എന്നറിയോ? ഫല്യൻദുർ അയ്യുഹാ അസ്കാ തആമൻ. ഹലാലായ ഭക്ഷണം നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണം. അതേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മള് ജീവിക്കണം, നമ്മളെ ഈമാനും ഇഖ്ലാസും ശരിയാകണ്ടേ? അസ്ഹാബുൽ കഹ്ഫിന്റെ ഇഖ്ലാസിന്റെ രൂപാണ്. യുവാക്കളെ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. എന്ത്? ഹലാലായത് മാത്രമേ കഴിക്കാവൂ. എത്ര വിശപ്പുണ്ട്. പക്ഷെ പൈസ കൊടുത്തയക്കുന്ന ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന സഹോദരനോട് അവരെ ഉപദേശമാണ്, ഹലാലായത് മാത്രം ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ നിങ്ങൾ? അന്ന് മാർക്കറ്റുകളിൽ വിൽക്കുന്ന മാംസം
ചേർത്തുകൊണ്ടുള്ള ആഹാരങ്ങളിൽ അധികവും ഭക്ഷ്യയോഗ്യമല്ലാത്തതാണ്. കാരണം അറുക്കേണ്ടവരല്ലാത്തവർ അറുത്തു, അറുക്കപ്പെടാത്ത സാധനങ്ങൾ വേവിച്ചു, ഒക്കെ വിൽപ്പന നടക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് വാങ്ങിക്കൊണ്ടുവരാൻ പോകുന്ന ആളോട് പറയുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന മാംസം മറ്റൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാകണം. ചത്ത കോഴി തിന്നാൻ പറ്റുമോ? ചത്ത കോഴി തിന്നാൻ പറ്റൂല. ചത്ത കോഴിനെ കുഴിച്ചിടാനേ പറ്റുള്ളൂ. ആർക്കും തിന്നാൻ പറ്റൂല. ശരി, നിങ്ങൾക്ക് തിന്നാൻ പറ്റാത്ത നിങ്ങൾ നമ്മളെ അയൽവാസിന്റെ സാധാരണ തിന്നുന്ന ആൾ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റൂല. ആർക്കും കൊടുക്കാൻ പറ്റൂല. അതൊരു കുഴി എടുത്തിട്ട് പതുക്കെ കുഴിച്ചു മൂടാം. പക്ഷെ ആയത്തിലുള്ള കുഴി കുഴിക്കാം, പൂച്ചയും നായൊന്നും മാന്താതിരിക്കാൻ. എന്നിട്ട് അതിലേക്ക് മണ്ണിട്ട് മൂടുക. അതേ പറ്റുള്ളൂ. നമുക്ക് തിന്നാൻ പറ്റാത്ത വേറെ കൂടെ തിരിക്കരുത്. അപ്പൊ തിന്നതിനേക്കാളും വലിയ ശിക്ഷ കിട്ടും. അങ്ങനെ പറയുന്ന ആൾക്കാർ ചത്തയല്ലേ ഇനിയിപ്പോ അങ്ങോട്ട് കൊടുത്താൽ നിന്നോളൂ. പാടില്ല, ഒരു സംഗതിയും പാടില്ല. അത് ഇടക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇരിക്കട്ടെ, യുവാക്കളെ ഹലാലായത് മാത്രം ഭക്ഷിക്കുന്നത് യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പാണ്. ഈ അടുത്ത് ഞാൻ തെക്ക് ഭാഗത്ത്, തൃശ്ശൂർ ഭാഗത്ത് പരിപാടിക്ക് പോയപ്പോ അവിടെ ഒരു മാഷ വീട്ടിലാണ് എനിക്ക് ഭക്ഷണം ഉണ്ടായിരുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ മകള് MBBS പഠിക്കുന്നു. നല്ലൊരു സ്വാലിഹത്തായ പെൺകുട്ടി. ആ പെൺകുട്ടിന്റെ സ്വഭാവം എന്താണെന്നറിയോ? കോളേജിൽ എന്ത് ആഘോഷങ്ങൾ വന്നാലും അന്ന് അതിന്റെ തലേന്ന് അല്ലെങ്കിൽ അതിന്റെ രാവിലെ ലീവും ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോരുന്ന പതിവാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെ മോള് നല്ല മോളാണ്, നല്ല മാർക്ക് നൽകി നല്ല ഡോക്ടറാക്കി അല്ലാഹു തആല വളർത്തി നല്ല റാഹത്ത് കൊടുക്കട്ടെ. എന്തേ കാരണം? ആ പെൺകുട്ടിയുടെ ഈമാനാണ്. അവിടെ നിന്നിട്ടുള്ള ഭക്ഷണത്തിലും സദ്യയിലും പങ്കെടുത്താൽ അല്ലാഹ് ഹറാമാക്കിയത് നാവിലേക്ക് രുചിപ്പിച്ചു വച്ചാൽ, അല്ലാഹ് ഹറാമാക്കിയത് കാണേണ്ടി വന്നാൽ ഈ യുവത്വം വെറുതെയായില്ലേ? ഒരൊറ്റ മുറുക്കാണെങ്കിലും മൂത്രത്തെക്കാളും വലിയ നജസല്ലേ മദ്യം, കാഷ്ടത്തെക്കാളും വലിയ നജസല്ലേ മദ്യം. സഹോദരങ്ങളെ, ഒരാൾ മൂത്രം കുടിച്ചാലും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തമല്ല മദ്യപാനം കൊണ്ടുണ്ടാകുന്നത്. മദ്യപാനം കൊണ്ട് ഉമ്മയും പെങ്ങളും സമമായി പോയില്ലേ നമ്മുടെ നാട്ടില്? ഞാൻ അതിന്റെ കഥകൾ വിവരിക്കുന്നില്ല. 20 വയസ്സുകാരൻ സ്വന്തം ഉമ്മയെ ഗർഭിണിയാക്കിയില്ലയോ? 25 വയസ്സുകാരൻ വിവാഹം കഴിക്കാത്ത പെങ്ങളുടെ ജീവിതം എന്നേക്കുമായി നശിപ്പിച്ചില്ലയോ? പെങ്ങള് ഗർഭിണിയായി പോയി. തടയാൻ ശ്രമിച്ച പെങ്ങളെ തല്ലിച്ചതച്ചൊരു ഭാഗത്ത് അവശയാക്കിയിട്ട് അവന്റെ ആഗ്രഹം അവൻ സാധിപ്പിച്ചു. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപാനത്തെ പറ്റി പറഞ്ഞത്, മയക്കുമരുന്നിനെ പറ്റി പറഞ്ഞത് ഉമ്മുൽ ഖബാഇസി, എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണത്, എല്ലാ വൃത്തികേടുകളുടെയും തലവനാണത്. 5 അംഗങ്ങളെ ഒരു കുടുംബത്തിലുള്ള ബാപ്പ, ഉമ്മ, സഹോദരി, സഹോദരൻ, 5 അംഗങ്ങളെ ഒരു രാത്രിയില് വെട്ടി നിരത്തിയത് മദ്യപാനമല്ലയോ? ഏറ്റവും അധികം നമ്മുടെ നാട്ടില് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാകൊല നടത്തിയത് മദ്യപാനവും മയക്കുമരുന്നുമല്ലയോ? 5 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഈ അടുത്ത് കല്ലുകൊണ്ട് കുത്തിച്ചതച്ചൊരാള് കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും മദ്യപാനമല്ലയോ? മയക്കുമരുന്നല്ലയോ? എല്ലാ നാശങ്ങളുടെയും തലവനാണത്, എല്ലാ അനാവശ്യങ്ങളുടെയും തലവനാണത്. ആ പെൺകുട്ടിക്ക് വേണ്ടി ദ്വാരന്ന് കൊടുക്കാൻ എനിക്ക് തോന്നി. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോ സന്തോഷമാണ്. നല്ല ഇഖ്ലാസുള്ള മോളാണ്. യുവതീ യുവാക്കളോട് ഞാൻ പറയട്ടെ, പലയിടത്തും ഫെസ്റ്റിവൽ നടക്കുമ്പോ, ആഘോഷങ്ങൾ നടക്കുമ്പോ അതിന്റെ മറ സ്വീകരിച്ച് നടക്കുന്ന അനാചാരങ്ങൾ നഊദുബില്ലാ കയ്യും കണക്കുമില്ല. തെറ്റിപ്പോകുന്ന സാഹചര്യം വരുമ്പോ വീട്ടിലിരിക്കുന്നതാണ് കൂട്ടുകാരാ നല്ലത്, ലീവ് എടുക്കുന്നതാണ് പെങ്ങളെ നല്ലത്. അഭിമാനം പണയം വെക്കണ്ടല്ലോ. ദുനിയാവും ആഖിറവും മൊത്തമായി നശിപ്പിക്കണ്ടല്ലോ.
ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മുടെ നാട്ടിൽ ഇതുവരെ കാണാത്ത ഒരു ദൃശ്യം കണ്ടത്, അതിന്റെ നടുക്കം എന്റെ മനസ്സിൽ നിന്ന് ഇന്നും മാറിയിട്ടില്ല. 543 കോടിയാണ് കേരളത്തിന്റെ ജനുവരി 1 വരുമാനം. ഇരിക്കട്ടെ, അന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ചിത്രം നിങ്ങൾ മറന്നോ? മുസ്ലിം പെൺകുട്ടി മദ്യപിച്ച് കൂത്താടിയിട്ട് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്ന ചിത്രം നിങ്ങൾ മറന്നോ? അവിവാഹിതയായ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഇത്രത്തോളം മദ്യപാനത്തിന് അഡിക്റ്റായി, അതിനേക്കാളും വലിയ രൂപത്തില് അതേ മൊബൈൽ ദുരുപയോഗങ്ങൾക്ക് അഡിക്റ്റായിട്ട് പാപ്പ പറഞ്ഞത്, ഉമ്മ പറഞ്ഞത്, കുടുംബം പറഞ്ഞത്, ഉസ്താദുമാര് പറഞ്ഞത്, ദീന് പറഞ്ഞത്, മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ആര് പറഞ്ഞതും കേൾക്കാത്ത രൂപത്തില് താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾ വളർന്നു വന്നാൽ നമ്മുടെ നാടിന് രക്ഷ കിട്ടുമോ? നമ്മുടെ നാടിന് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങൂലേ? അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂലേ? ചെറുപ്പക്കാര് നല്ല അന്തസ്സോടെ ജീവിക്കുന്ന നാടാണോ? ആ നാടിനുള്ള കാവലെത്രയാ? ആ നാടിനുള്ള ബഹുമാനം എത്രയാ? യുവതികളെ, യുവാക്കളെ, യുവത്വം പന്താടാനുള്ളതല്ല, യുവത്വം ബഹുമാനത്തിനുള്ളതാണ്, ഭാവി ഉയർച്ചക്കുള്ളതാണ്, പുരോഗതിക്കുള്ളതാണ്. യുവത്വ കാലത്ത് തന്നെ നട്ടുപിടിപ്പിച്ചെങ്കിലേ അങ്ങനെ ശരിയാകൂ. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉപദേശം വിശന്ന് ഒട്ടിയ സമയത്തും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവാന്നല്ല, ഹലാലായ ഭക്ഷണം നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണേ. അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിയ ദിക്റ്, നമ്മൾ ചൊല്ലിയ ദുആ, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ച വിശ്വാസം, ഇതിനെല്ലാം കുഴപ്പം വന്നു ചേരും.